ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ചാനലിലൂടെ കടന്നു വരുന്നതായ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കൾക്ക് അനുഗ്രഹമാകുന്നുവെന്ന് ഞങ്ങൾക്കറിയുവാൻ കഴിയുന്നത് ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. മാന്യപ്രേക്ഷകരെ, ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ജീവിതത്തിൻ്റെ ഒരു അനുഭവം, ആത്മീയ അനുഭവങ്ങൾ, തൻ്റെ ജീവിതാനുഭവങ്ങൾ മാന്യപ്രേക്ഷകരുമായും ദൈവനാമ മഹത്വത്തിനായും ഷെയർ ചെയ്യുവാനായിട്ട് നമ്മുടെ ഇടയിൽ കടന്നു വന്നിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ മോഹനനാണ്. അദ്ദേഹം UK നിന്നാണ് നമുക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. വളരെ സ്നേഹത്തോടു കൂടെ കർത്താവിൻ്റെ ദാസനെ ഞാൻ ജോയ്സ് ടി വിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ കർത്താവിൻ്റെ ദാസൻ ആ പട്ടണങ്ങളിൽ കർത്താവ് കൊണ്ടുപോവുകയും ആ പട്ടണങ്ങളിൽ കൂട്ടായ്മകളൊക്കെ നടത്തുവാനും ആത്മീക കാര്യങ്ങളൊക്കെ പങ്കുകാരനായി തീരുവാനും കർത്താവ് തൻ്റെ ദാസന് ഒരവസരം കൊടുത്തു. എല്ലാറ്റിനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ കർത്താവിൻ്റെ ദാസൻ്റെ സാക്ഷ്യം കേൾവിക്കാർക്ക് അനുഗ്രഹമാണ്. സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ക്ഷമയോടെ അതിൻ്റെ അവസാനം വരെ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നമുക്ക് കർത്താവിലേക്ക് കൂടുതൽ അടുക്കുന്നതിനൊക്കെ കാരണമായി തീരും. കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗപിതാവേ, ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. ഭൃത്യനിലൂടെ കേൾക്കുവാൻ പോകുന്ന അദ്ദേഹം അനുഭവങ്ങൾ ആശ്വാസമായി തീരട്ടെ. ദൈവകരങ്ങളിൽ വയ്ക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ദൈവദാസനെ തുടർന്നുള്ള സമയങ്ങൾ കർത്താവിൻ്റെ ദാസന് ജീവിതാനുഭവങ്ങൾ മാന്യപ്രേക്ഷകരുമായി ഷെയർ ചെയ്യാം. കർത്താവിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യും. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ വായിക്കുന്നല്ലോ: എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കല്ലേ. കർത്താവിന് സകല മഹത്വം അർപ്പിക്കുമ്പോൾ തന്നെ ജോയ്സ് ടി വിയിലൂടെ ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ, സാക്ഷ്യം പറയാൻ കർത്താവ് ഒരു സാവകാശം ഒരുക്കിയ ദൈവത്തിന് നന്ദി കരയറ്റുകയും പ്രിയപ്പെട്ടവർക്ക്, ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്, കർത്താവിൻ്റെ ദാസി കുഞ്ഞുങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം, ക്രിസ്തീയ സ്നേഹവന്ദനം അറിയിക്കട്ടെ. നമുക്കൊന്നിച്ചിങ്ങനെ ആയിരിക്കാൻ കർത്താവ് ഒരു സാവകാശം ഒരുക്കിയല്ലോ. യാതൊരു യോഗ്യതയും ഒന്നും പറയാനില്ലാത്ത എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയൊന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. പാസ്റ്റർ KK ദാസ് എൻ്റെ വൈഫിൻ്റെ ആങ്ങളെയാണ്. അദ്ദേഹമാണ് എന്നെ പരിചയപ്പെടുത്തിയത്. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിന് പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. എൻ്റെ പേര് KN മോഹനൻ ആചാരി എന്നാണ്. ഒരു ഹിന്ദു വിശ്വകർമ്മ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ് ഞാൻ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സ്വദേശം പത്തനംതിട്ട ജില്ലയിൽ കുമ്പനാട് കരിയിലമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൻ, അമ്മ, ഞങ്ങൾ 6 മക്കളടങ്ങിയ ഒരു കുടുംബമാണ്. എൻ്റെ വീടിന് ചുറ്റുപാടും ക്രിസ്ത്യൻസാണ്. മർത്തോമ, യാക്കോബ, കാത്തലിക്സാണ്. ഹിന്ദുക്കളായ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ബാല്യകാലം ഒരുപാട് കഷ്ടവും പ്രയാസവും ബുദ്ധിമുട്ടും ഒരുപാട് ഇല്ലായ്മയിലൂടെ കടന്നുപോയ കാലഘട്ടങ്ങളിൽ ആരും ഞങ്ങളെ ക്രിസ്ത്യാനിയാകാൻ നിർബന്ധിക്കുകയോ അവരുടെ പള്ളിയിലേക്ക് വിളിക്കുകയോ ചെയ്തിട്ടില്ല. യേശുവിനെക്കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. യേശുവിനെ അറിയാമെങ്കിലും യേശുവിനെക്കുറിച്ച് ആരും പറഞ്ഞിട്ടില്ല. കാരണം കർത്താവ് പറഞ്ഞു, നിന്നെപ്പോലെ നിന്റെ അയൽവക്കക്കാരനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കഷ്ടതയിലും പ്രയാസങ്ങളിലും ആരും ഞങ്ങളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പങ്കുവെക്കുകയോ അല്ലെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയോ നിങ്ങൾ യേശുവിൽ വിശ്വസിക്കണമെന്നോ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ആരും നിർബന്ധിച്ചിട്ടില്ല, ആരും പറഞ്ഞിട്ടുമില്ല. ഇതൊരു മതപരിവർത്തനമല്ല. ഞാൻ മനസ്സിനുണ്ടായ രൂപാന്തരത്തെക്കുറിച്ചാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടല്ല കർത്താവിനെ സ്നേഹിക്കാനും സേവിപ്പാനും ഇറങ്ങിത്തിരിച്ചത്. കഷ്ടതകളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ആശ്വാസം പകരേണ്ട പലരും ആശ്വാസം പകരാതെ മാറി നിന്നു. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ തളരാനും തകർന്നു പോകാമായിരുന്ന ഇടങ്ങളിൽ അതുപോലെ പറഞ്ഞറിയിക്കാത്ത പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നല്ല വീടില്ല, നല്ല വസ്ത്രമില്ല, നല്ല ആഹാരമില്ല, ഒന്നുമില്ലാത്തൊരു കാലഘട്ടങ്ങളിൽ സമൃദ്ധിയോട് ജീവിക്കുന്ന ക്രിസ്ത്യാനികളുടെ പേരുകൊണ്ട് ക്രിസ്ത്യാനികളായിരിക്കുന്ന അവരുടെ ഇടയിലാണ് ഞങ്ങൾ ജീവിച്ചതെങ്കിലും യാതൊരു
ഒരു ഒരു എന്താ ഒരു സഹായവും അവരിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അവരാരും ഞങ്ങളെ എന്ത് ചെയ്തിട്ടില്ല, നിർബന്ധിച്ചല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനിയായി തീരുക എന്ന് ഞങ്ങളെ പറഞ്ഞിട്ടില്ല. എന്നാൽ എൻ്റെ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് അങ്ങനെ ഞങ്ങളെ കഷ്ടതയിലൂടെ പിതാവ് ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയെടുത്ത് ഞാൻ 10ാം ക്ലാസ് പാസ്സായി. അതിനുശേഷം ITI പഠിച്ചു. എൻ്റെ ജീവിതം അങ്ങ് ഒരു വല്ലാത്ത പരുവത്തിലേക്കുമായി. ഞാൻ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ DYBയുടെ പ്രാദേശിക സെക്രട്ടറി ആയിട്ട് അങ്ങനെ സേവനം അനുഷ്ഠിച്ചു വരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ജീവിതം വല്ലാത്ത പരുവത്തിലൂടെ പോയി. നാട്ടിൽ പോലും നിൽക്കാൻ വയ്യാത്തൊരവസ്ഥയിലൂടെയൊക്കെ കടന്നു പോകുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ യാദൃശ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് 2 പട്ടണം മറക്കാൻ പറ്റത്തില്ല. ഒന്ന് ബോംബെ പട്ടണം, 2 ബാംഗ്ലൂർ പട്ടണം മറക്കാൻ പറ്റത്തില്ല. 1990 മുൻപ് 1985 ഞാൻ ബോംബെ പട്ടണത്തിലേക്ക് കുടിയേറാനിടയായി. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും അനുവാദത്തോടെ. ബോംബെ നാസിക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ചെന്നത്. ഒരു 6 വർഷക്കാലം വീടുമായിട്ട് ബന്ധമില്ലാതെ ആ നാസിക്കിലെ ജീവിതത്തോട് ഇടപഴകി അങ്ങനെ ജീവിച്ചൊരു കാലഘട്ടം. അപ്പനെ മറന്നു, അമ്മയെ മറന്നു, സഹോദരങ്ങളെ മറന്നു. അവിടെ ബഹുമാനപ്പെട്ട പാസ്റ്റർക്കൊക്കെ അറിയാം. കാരണം എൻ്റെ ജീവിതം വല്ലാത്തതായിപ്പോയി. മദ്യപാനത്തിനും അടിപിടിയും അങ്ങനെ സിനിമയ്ക്കൊക്കെ അടിമപ്പെട്ട് വീട് മറന്നു പോയ ഒരനുഭവം ഉണ്ടായിരുന്നു. തകർന്ന തരിപ്പണമായ സ്ഥാനത്ത് അവിടെ നിന്ന് ദൈവം എന്നെ മുന്നമേ കടന്നുകൊണ്ട് യാദൃശ്യമായിട്ട് 6 വർഷത്തിന് ശേഷം ഞാൻ നാസിക്കിൽ നിന്ന് വണ്ടി കയറി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ആകെപ്പാടെ 50 രൂപ മാത്രമേ ഉള്ളായിരുന്നു. എൻ്റെ മാതാപിതാക്കന്മാർ ചിന്തിച്ചു ഞാൻ മരിച്ചുപോയി, ഇനി അവനെ തിരികെ കിട്ടത്തില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഒന്നുമില്ലാത്തവനായി എൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ചു. എന്നോട് പറഞ്ഞ് കാര്യം എന്നെ കണ്ടപ്പോഴേ മനസ്സിലായി വല്ല തകർന്ന തരിപ്പണമായ ഒരു മനുഷ്യനാണെന്ന് മനസ്സിലായി. എന്നാൽ അവർ എന്നെ വഴക്കൊന്നും പറഞ്ഞില്ല. ഒരു വാക്ക് മാത്രം പറഞ്ഞു, ഇനി നീ ബോംബെ പട്ടണം കാണത്തില്ല എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് നിലവിളക്ക് കത്തിച്ച് വെപ്പിച്ച് സത്യം ചെയ്യിപ്പിച്ച് എൻ്റെ അമ്മ, ഇനി നീ ബോംബെ പട്ടണം കാണത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു ജോലിക്ക് വേണ്ടി പല വഴികളിൽ ഞാൻ അന്വേഷിച്ചു. എനിക്ക് ബോംബെയിൽ വണ്ടിയുടെ പണിയായിരുന്നു, പിന്നെ ബോഡി വർക്കായിരുന്നു, കാറിൻ്റെയൊക്കെ ബോഡി വർക്കായിരുന്നു, വെൽഡിങ് അങ്ങനെയുള്ള വർക്ക്ഷോപ്പിലായിരുന്നു. നല്ല പണി, നല്ല ജോലിയായിരുന്നു. പക്ഷേ ഞാൻ നാട്ടിൽ ഒരു ജോലിക്ക് വേണ്ടി പല സ്ഥലങ്ങൾ അന്വേഷിച്ചു. ഒരു സ്ഥലത്തും എനിക്കൊരു ജോലി കിട്ടിയില്ല. നിരാശ മാത്രമായിരുന്നു. അപ്പോൾ അടുത്തൊരു സ്വാമി ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, ഇപ്പോൾ വളരെ സമയം ദോഷമാണ്, കണ്ടകശനിയാണ്, അമ്പലത്തിൽ പോയി കുളിച്ചു തൊഴാൻ പറഞ്ഞു. അങ്ങനെ അമ്പലങ്ങളിലൊക്കെ പോവുകയും പള്ളികളിലൊക്കെ പോവുകയൊക്കെ ചെയ്തു. എങ്കിലും ജീവിതത്തിൽ നിരാശ മാത്രമായിരുന്നു. ഇനി എന്തിനു ജീവിക്കുന്നു എന്ന് ചിന്തിച്ച് ജീവിതം അവസാനിപ്പിക്കുവാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചൊരു വ്യക്തിത്വമായിരുന്നു ഞാൻ. അതിന് വഴി കണ്ടെത്തുവാൻ വേണ്ടി ഞാൻ ചിന്തിച്ച് എങ്ങനെയാണ് ജീവിതം അവസാനിപ്പിക്കുന്നത്. ഒരു ആത്മഹത്യയുടെ പ്രേരണ എൻ്റെ അകത്തേക്ക് കയറുവാനിടയായി. ആരും അറിയാതെ അപ്പോൾ റാന്നി എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന് ഞാൻ അവിടെ ഒരു യാദൃശ്യമായിട്ട് ചെന്നപ്പോൾ എനിക്ക് തോന്നി മരിക്കണം. നല്ല ആറ് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ ആറ്റിലേക്ക് ചാടി മരിച്ചാൽ കൊള്ളാം. ഞാൻ ആറ്റിലേക്ക് ചാടി മരിക്കാൻ പോകുന്ന സമയത്ത് എന്നെ ആരും ആറ്റിലേക്ക് കൊണ്ടുപോകുകയാണ്. മരിച്ചാൽ മതി. അങ്ങനെ മരിക്കാൻ പോകുന്ന സമയത്ത് ഏകദേശം ഒരു 10-15 അടി അകലം മാത്രമുള്ളപ്പോൾ 2 ശബ്ദം എൻ്റെ അന്തരംഗത്തിൽ മുഴങ്ങി. ആത്മഹത്യ കൊണ്ട് നിന്റെ വിഷയത്തിന് പരിഹാരം ലഭിക്കുന്നില്ല. ക്രൂശിക്കപ്പെട്ട നസ്രേനായ യേശു ഞാനാകുന്നു. 2ാമത്തെ ശബ്ദം ഇതായിരുന്നു. ആ ശബ്ദം എനിക്ക് മാത്രം മനസ്സിലായി. എന്തോ മുൻപോട്ട് വെച്ച കാല് പുറകോട്ട് വരുന്നി. സ്തോത്രം. ആ ഒരു പ്രവണതയിൽ നിന്നും ഞാൻ മാറി. ഇനി എങ്ങോട്ട് പോകണം? പല സ്ഥലങ്ങൾ മുട്ടിയിട്ടും എല്ലാ വഴികളും അടയപ്പെട്ടു. അങ്ങനെ നിരാശയോട് വേദനയോടിരിക്കുന്ന സമയത്ത് ബാംഗ്ലൂർ പട്ടണത്തിൽ നിന്നും എൻ്റെ വീടിനടുത്തുള്ള ഒരു മർത്തോമയിലെ അച്ചായന്, അവരെ കുടുംബമായിട്ട് ബാംഗ്ലൂരിലാണ്. അദ്ദേഹം യാദൃച്ഛ്യമായിട്ട് പെട്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്ക് വരേണ്ട ആവശ്യമില്ലായിരുന്നു, പിന്നീട് എന്നോട് പറഞ്ഞു. എന്നാൽ പെട്ടെന്ന് ഒരു ദൈവനിയോഗം പോലെ അദ്ദേഹം ഒരു 2 ദിവസത്തേക്ക് ബാംഗ്ലൂർ പട്ടണത്തിൽ നിന്ന് ആദ്യമെടുത്ത് അദ്ദേഹം പട്ടാളത്തിൽ MAGയിൽ ഒരു സിവിലിയനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നല്ല മാന്യനായ ഒരു മനുഷ്യനാണ്. അപ്പം അദ്ദേഹത്തിന് ബാംഗ്ലൂർ പട്ടണത്തിൽ ഒരു വെൽഡിങ് ഷോപ്പൊക്കെ ഉണ്ട്. അവിടെ 10-12 വർക്കേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ പട്ടാളത്തിൽ ജോലിയുള്ളത് കൊണ്ട് രാവിലെ പോകും. പിന്നെ ഇവിടെ നോക്കാൻ ആരുമില്ല. അപ്പം അദ്ദേഹത്തിന് ഒരാളും വേണം. പെട്ടെന്ന് അദ്ദേഹം 2 ദിവസത്തെ അവധി നാട്ടിൽ വരുമ്പോൾ
യാദൃശ്യമായിട്ട് എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല എങ്കിൽ അടുത്തൊരു ചേച്ചിയുമായിട്ട് സംസാരിച്ച് ചോദിച്ചു, വെൽഡിങ് ജോലി അറിയാവുന്ന ആരെങ്കിലും ഒരാളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഈ അവസ്ഥ അറിയാമെന്ന് ആ ചേച്ചി പെട്ടെന്ന് പറഞ്ഞു, നമ്മുടെ ഇന്നടത്തെ മോഹൻ ഉണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കണ്ടാൽ എന്നെ ഒന്ന് കാണാൻ പറഞ്ഞു. ഇത് പറഞ്ഞ് ഒരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ എങ്ങനെയോ കറങ്ങി തിരിച്ച് ഈ ചേച്ചിയുടെ വീട്ടിൽ ചെല്ലുകയാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞു, ചേട്ടാ കുഞ്ഞെ, ഞാൻ നിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, ഇങ്ങനെ ഇന്നടത്തെ അച്ചായം വന്നിട്ടുണ്ട്, ആർക്ക് ഒരാളെ വേണം, നിനക്ക് പോകാൻ താല്പര്യമാണെങ്കിൽ പോ, നീ ജോലിയില്ലാതെ ഭാരപ്പെടുകയല്ലേ എന്ന് പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം എന്നോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ അദ്ദേഹത്തോട്, കാരണം മുങ്ങി ചാകാൻ തുടങ്ങുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിത്വം. അദ്ദേഹം ഇവിടെ മർത്തോമയില. അപ്പം എനിക്ക് അതൊന്നും അറിയത്തില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, അങ്ങനെ ഞാൻ നാളെ തിരിച്ചു പോവുകയാണ്, നീ പെട്ടെന്ന് ഒരുങ്ങാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും വേണ്ട, നീ ഉള്ള ഡ്രസ്സ് എടുക്കുക, വരിക എന്ന് പറഞ്ഞു. അദ്ദേഹം തന്നെ ടിക്കറ്റ് എടുത്തു. അദ്ദേഹത്തിന് റിസർവേഷൻ ഉണ്ടായത്, എനിക്ക് റിസർവേഷൻ ഇല്ല. ലോക്കൽ കമ്പാർട്ട്മെൻറ്റ് കയറി അദ്ദേഹത്തിൻ്റെ കൂടെ ബാംഗ്ലൂർ കമനഹള്ളി എന്ന സ്ഥലത്ത് ഞാൻ ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇവർ പെന്തക്കോസുകാരാണെന്ന് മനസ്സിലായത്. പെന്തക്കോസുകാരോട് നമുക്ക് പൊതുവെ മൊത്തത്തിൽ ഒരു അലർജിയാണല്ലോ. അപ്പോൾ എനിക്ക് ഞങ്ങളുടെ നാടിൻ്റെ അടുത്ത് പെന്തക്കോസ് ചർച്ച ഉണ്ടെങ്കിലും ആ ചർച്ചിലെ പാസ്റ്റേഴ്സോ വിശ്വാസികളോ ആരും ഒന്നും ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി കഷ്ടത, ഒരുപാട് പ്രയാസങ്ങൾ, ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടും ഒരാശ്വാസ വാക്ക് പോലും പറയാൻ ഒരാൾ വന്നിട്ടില്ല. ഒരു നേരം ആഹാരത്തിന് വേണ്ടി കൊതിച്ചിട്ടുണ്ട് പാസ്റ്റർ, നല്ലൊരു വസ്ത്രം ഇടാൻ വേണ്ടി കരഞ്ഞിട്ടുണ്ട്, പഠിക്കാൻ അപ്പനെ കൊണ്ട് കഴിയുന്നൊക്കെ അവർ ചെയ്തു, അവരെ കൊണ്ട് കഴിയുന്നൊക്കെ ഞങ്ങളെ സഹായിച്ചു. പക്ഷേ തല തിരിഞ്ഞുപോയി. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എന്നെ ഒത്തിരി കാര്യം പറയണ്ട, എനിക്കൊരു വർക്ക്ഷോപ്പാണ്, അതിൻ്റെ ഉത്തരവാദിത്വം നീ നോക്കണം, നീ ഒരു വർക്കറും ഹെൽപ്പറായിട്ടും എൻ്റെ ഒരാളായിട്ട് നീ നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. വേറെ 5-8 വർക്കേഴ്സൊക്കെ ഉണ്ട്, കാര്യങ്ങളൊക്കെ നോക്കണം, സാധനം മേടിച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു വൈഫ്, 3 കൊച്ചുമക്കളൊക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അവിടെ താമസം തുടങ്ങി. അപ്പോൾ ഞാൻ അവരുടെ വീട്ടിൽ നിന്നാണ് ആഹാരമൊക്കെ കഴിക്കുന്നത്. ഞാൻ കിടക്കുന്നത് രാത്രി വർക്ക്ഷോപ്പിനകത്ത് ഒരു ചെറിയ മുറി ഉണ്ട്, അതിനകത്താണ് കിടക്കുന്നത്. അങ്ങനെ അവരുമായിട്ടുള്ള സഹകരണങ്ങളായി. അവരപ്പോൾ എന്നോട് യേശുവിനെക്കുറിച്ച് വരുന്ന പാസ്റ്റേഴ്സൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സോറി, യേശുവിനെക്കുറിച്ച് മാത്രം നിങ്ങൾ എന്നോട് പറയണ്ട, അത് നിങ്ങളുടെ ദൈവമാണ്. പക്ഷെ ഞാൻ അന്ന് കേട്ട ശബ്ദം ഞാൻ മറന്നുപോയി, കാരണം അത് ഒരു ശബ്ദമായിരുന്നു, പക്ഷെ മറന്നുപോയി. അങ്ങനെ പാസ്റ്റേഴ്സൊക്കെ വരാൻ തുടങ്ങി, എന്നോട് യേശുവിനെ കുറിച്ച് പറയുന്നു, ഈ ദൈവമക്കളുടെ, ഈ വീട്ടുകാരുടെ സ്നേഹം, സഹകരണമൊക്കെ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, പക്ഷേ ഈ വീട്ടിൽ 2 പെമ്മക്കളും ഒരു മോനും, കൊച്ചു പിള്ളേരാണ്. പക്ഷേ അവരുടെ ലൈഫ് ഞാൻ നോക്കിയപ്പോൾ അവരുടെ ജീവിതത്തിൽ യാതൊരു ബന്ധമില്ലാത്ത എൻ്റെ ജീവിതത്തിന് വേണ്ടി, എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി അവർ 3 നേരവും എപ്പോഴും പ്രാർത്ഥിക്കുക, കർത്താവേ മോഹനങ്ങളെ അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ. അപ്പം ഞാൻ ചിന്തിച്ചത്, എനിക്ക് എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി ഇവരെന്തിനാ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചു. അപ്പോൾ ഇവരുടെ ആ സഹകരണങ്ങൾ, പാസ്റ്റേഴ്സ് വരുന്നു, വിശ്വാസികമായ നമ്മുടെ കൂട്ടായ്മയൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങി. എന്നാൽ ഈ 6 മാസത്തോളം ഞാൻ അവരുടെ കൂടെ പാർത്തെങ്കിലും ഒരു കൂട്ടായ്മയ്ക്ക് പോലും ഞാൻ പോയിട്ടില്ല. ആരും എന്നെ പിന്നെ നിർബന്ധിച്ചിട്ടുമില്ല. ഞാൻ അവരോട് പറഞ്ഞു, പാസ്റ്ററോടും പറഞ്ഞു, പാസ്റ്റർ യേശുവിനെ കുറിച്ച് മാത്രം എന്നോട് പറയണ്ട. ഞാൻ അച്ഛനോടും പറഞ്ഞു, അച്ഛാ യേശുവിനെ കുറിച്ച് പറയണ്ട, നിങ്ങളുടെ കൂടെ ഞാൻ ജോലി ചെയ്യുന്നു, അത് വേറെ കാര്യം, പക്ഷെ നിങ്ങൾ എനിക്ക് ശമ്പളം തരുന്നു, ഞാൻ ജോലി ചെയ്യുന്നു, നിങ്ങളുടെ ആഹാരവും കഴിക്കുന്നുണ്ടൊക്കെ സത്യമാണെന്ന് പറഞ്ഞു. പിന്നെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല, ഒരു ദിവസം പോലും വിളിച്ചിട്ടില്ല. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വീട്ടിലൊരു 3 ദിവസം ഉപവാസപ്രാർത്ഥന നടക്കുക. 3 ഉപവാസപ്രാർത്ഥന നടക്കുമ്പോൾ എന്നോട് ഈ വീട്ടുകാർ പറഞ്ഞു, എടാ ഞങ്ങൾ ഉപവാസം, അതുകൊണ്ട് വീട്ടിൽ ആഹാരമൊന്നും വെക്കത്തില്ല ഞങ്ങൾ, നീ ഇവിടെ വെച്ച് കഴിച്ചോളാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ. അന്ന് പക്ഷേ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രം പറഞ്ഞു. അങ്ങനെ വ്യാഴം, വെള്ളി, ശനിയാഴ്ച ഉപവാസ പ്രാർത്ഥന. അപ്പം ഞാൻ രാവിലെ ജോലിക്ക് കടയിൽ പോയി അവിടെ കുളിയെല്ലാം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും, വൈകിട്ട് എവിടെയൊക്കെ എന്തെങ്കിലും കഴിക്കും. അപ്പോൾ ശനിയാഴ്ച രാത്രിയിൽ ഞാൻ ഈ കട അടച്ചിട്ട്, ഈ ചെറിയ വർക്ക്ഷോപ്പൊക്കെ അടച്ചിട്ട് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലൊക്കെ ഒരു ഇവരുടെ പ്രാർത്ഥനയ്ക്കൊന്ന് പങ്കെടുക്കണം, എന്തോ മനസ്സിലൊരു നിയോഗം. ആ വീട്ടിലെ ആദ്യമായിട്ടൊരു പ്രാർത്ഥന വയ്ക്കുക. അന്ന് കിടങ്ങനൂക്കാരത്തി ലില്ലിക്കുട്ടി ഷൗമേൽ എന്ന് പറയുന്ന ഒരു ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. അവരും മർത്തോമെന്ന് വിശ്വാസത്തിൽ ശക്തമായിട്ട് കർത്താവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കർത്തൃദാസി, അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസിയാണ്. അപ്പോൾ ആ ഒരു വീട്ടിൻ്റെ ആ ഹോളിനകത്ത് വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഒന്നിച്ച് ഭയങ്കര ആരാധന. ഞാൻ ആദ്യമായിട്ടൊരു പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ പോവുകയാണ്. അപ്പം ഞാൻ കണ്ണു തുറന്ന് നോക്കി, വല്ലതും കാണാനുണ്ടോ? ഒന്നും കാണാനില്ല. പോയിടത്തൊക്കെ കാണാനുണ്ട്,
പക്ഷെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടായ്മയിൽ ഒന്നും കാണാനില്ല. പക്ഷെ പിന്നീട് എനിക്ക് കർത്താവ് മനസ്സിലാക്കി, വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കൾ കണ്ടല്ല ആരാധിക്കുന്നത്, അനുഭവിച്ച നന്മകൾ ഓർത്താണ് ദൈവത്തെ ആരാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കാരണം ചെങ്കടൽ രണ്ടായി മാറി, ജനമെല്ലാം അക്കരെ എത്തുന്നു, ഫറവോനും കൂട്ടരും വഴിമധ്യേ വരുന്നു. ആ ചെങ്കടലിനെ വീണ്ടും ഒന്നാക്കി ഫറവോനെ ന്യായം വിധിച്ച ദൈവത്തെ മനസ്സിലാക്കിയാണ് മിരിയാം തപ്പെടുത്തത്. അതുപോലെ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തെങ്കിലും ഉടന്തനായ മനുഷ്യൻ തുള്ളിച്ചാടി ആരാധിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. അതെന്താ, എങ്ങനെയെന്ന് ചോദിച്ചാൽ, അവനെ തന്നെ നോക്കി, അവൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങൾ കണ്ടപ്പോൾ അപ്പോസ്തലന്മാർ പറയാതെ തന്നെ അവരെന്ത് ചെയ്യുക, ആരാധിക്കുക. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വചനം കൊണ്ട് പറയുന്നത് കുഴപ്പമില്ലല്ലോ, വചനത്തിൻ്റെ ഒരു അനുഭവങ്ങളിലൂടെ. അപ്പോൾ അവിടെ ഒന്നും കാണാനില്ല. ഞാൻ കണ്ണു നോക്കി, അപ്പോൾ ഞാൻ നോക്കി അവിടെ ആകപ്പാടെ ബഹളമാണ്. നമുക്ക് തോന്നുന്നു ഇത് ഭയങ്കര ബഹളമല്ലേ? ശരി, പെന്തക്കോസ്തുകാരുടെ പ്രാർത്ഥനയും പാട്ടും നാട്ടുകാർക്ക് ഇരിക്കപ്പുറത്തില്ല. കാരണം ഭയങ്കര കയ്യടിയും കൂക്കുവിളിയും അന്നൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചാൽ ഇതിൻ്റെ മൊത്തത്തിൽ കയറിപ്പോയല്ലോ എന്ന് ചിന്തിച്ചു, ഇറങ്ങിപ്പോയാൽ മതി എന്നൊക്കെ ചിന്തിച്ചു. പക്ഷെ ഞാൻ അവിടെ ഇരുന്നു. ഞാൻ ഓരോരുത്തരും കണ്ടു നോക്കിയപ്പോൾ ഓരോരുത്തർ കൈയടിക്കുന്നു, അന്യഭാഷ പറയുന്നു, ചിലർ കരയുന്നു, ചിലർ എന്തൊക്കെ ഭയങ്കര സന്തോഷത്തിൻ്റെ ഒരു അനുഭവം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നു. അപ്പം അല്പസമയം ഞാനും സത്യത്തിൽ ഇവരുടെ സ്തോത്രം പറഞ്ഞു, ഞാനും സ്തോത്രം പറഞ്ഞു പോയി. കാരണം മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ സ്തോത്രം പറയുന്ന ജനത്തിൻ്റെ ഇടയ്ക്ക് ചെന്നപ്പം അറിയാതെ സ്തോത്രം പറഞ്ഞു, അല്ലെങ്കിൽ ദൈവം പറയിപ്പിച്ചു. പക്ഷെ അന്ന് രാത്രിയിൽ ആ കൂട്ടായ്മയിൽ ഈ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞല്ലോ, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ട് എന്ന്. പക്ഷേ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് അന്ന് മനസ്സിലായില്ല. പക്ഷെ അന്ന് രാത്രിയിൽ ആ ദൈവ സാന്നിധ്യം ഞാൻ തൊട്ടറിഞ്ഞു. എനിക്ക് മനസ്സിലായി ഇവരുടെ മധ്യത്തിൽ ദൈവമുണ്ട്. ഒരു ട്യൂബ്ലൈറ്റിൽ നിന്ന് വെല്ലുന്നൊരു വെളിച്ചം അവിടേക്ക് വ്യാപരിച്ചു. ഇതാ നടന്നത്. അപ്പം ഞാൻ അറിയാതെ സ്തോത്രം പറഞ്ഞ് ആ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ അനീച്ചാൻ എന്ന് പറയുന്ന അടപ്പനാഘട്ടത്തിൽ അവിടുത്തെ വീട്ടിൻ്റെക്കാരൻ എന്നോട് ചോദിച്ചു, എടാ എങ്ങനെയുണ്ടാ ഞങ്ങളുടെ പ്രാർത്ഥന? അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി ഇതാണ്, എടാ മറ്റൊരിടത്ത് പോകുന്ന പോലല്ല ഞങ്ങളുടെ ദൈവം എന്നൊക്കെ പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല. പക്ഷെ അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങി. ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്കൊരു മനസ്സിലൊരു തോന്നൽ, ഇവരുടെ പള്ളിയിലൊന്ന് പോകണം. എന്നോട് ദൈവാത്മാവ് പറയുന്നു. ശിമയോൻ ആത്മനിയോഗത്തോട് ദൈവാലയത്തിലേക്ക് ചെന്നപ്പോൾ അവനോട് പറഞ്ഞ ദൈവിക വാഗ്ദത്തം കണ്ട് കയ്യിലെടുത്തതുപോലെ ആത്മാവിനെ നടത്താൻ. അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടില്ല, സ്നാനപ്പെട്ടിട്ടില്ല, പക്ഷെ ആത്മനിയോഗം എൻ്റെ മേൽ വരികയാണ്, പള്ളിയിൽ പോകണമെന്ന്. ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഈ അനീശാനോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഇവളോട് പള്ളിയിൽ വരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് എന്നെ കളിയാക്കുന്നു അല്ലെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഒത്തിരി സന്തോഷം, കാരണം അദ്ദേഹം ആഗ്രഹിച്ച കാര്യമാണ്. എന്നാൽ ഒരു പഴയ ബൈബിൾ എടുത്ത് എൻ്റെ തന്നിട്ട് പറഞ്ഞു, പിടിച്ചോളാൻ പറഞ്ഞു. കാരണം അന്ന് അതേ ഉള്ളായിരുന്നു. ഞാനത് മേടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ സ്കൂട്ടറിൽ കയറി മാരുതി സെവാന്നൊക്കെ എന്ന് പറയുന്ന ഒരു ഏജിയുടെ ചർച്ചിൽ ഞാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട്. പഴയ ഒരു ചർച്ച, ഒത്തിരി വടക്കം ചെള്ള ചർച്ച. അവിടെ ഒത്തിരി ആൾക്കാർ വന്ന് ഇങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഏറ്റവും പുറകിൽ, ഞാൻ മാത്രം ഒരു പാപിയായിട്ടൊരു മനുഷ്യനിരിക്കുക. മറ്റുള്ളവരുടെ വിശുദ്ധന്മാർ ദൈവത്തെ ആരാധിക്കുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് ഉറക്കിയപ്പോൾ ഒന്നും കാണാനില്ല. കാരണം കുരിശില്ല, സാമ്പ്രാണിയില്ല, മെഴുകുതിരിയില്ല, ഫോട്ടോ ഇല്ല, ബിംബമില്ല, ഒന്നുമില്ല. അവർ ദൈവത്തെ കൈയടിച്ച് ആരാധിക്കുന്ന ഒക്കെ ഇരിക്കുന്നു. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചതെല്ലാം കണ്ടും കേട്ടിരിക്കുന്ന സമയത്ത് സാക്ഷ്യത്തിൻ്റെ സമയം വന്നു. എല്ലാവരും സാക്ഷ്യം പറയും യേശു നല്ലവനായിരുന്നതൊക്കെ. ആ സാക്ഷ്യത്തിൻ്റെ സമയം വന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുന്നു, നീ എഴുന്നേറ്റ് യേശുവിനെ എന്നെ ദൈവമായിട്ട് അംഗീകരിക്കുക. എൻ്റെ മനസ്സ് തോന്നല, ദൈവം തോന്നിക്കുക, ആത്മാവിനെ ഹേമിക്കുക. എഴുന്നേൽക്ക്. എൻ്റെ പ്രിയ പാസ്റ്റർജി, എനിക്ക് ഇരിക്കാൻ കഴിയുന്നില്ല. അപ്പം ഞാൻ അടുത്തിരിക്കുന്ന ഒരു സഹോദരനോട് പറഞ്ഞു, ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്കൊരു അസ്വസ്ഥത എന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹവും പറഞ്ഞു, എഴുന്നേറ്റാൽ മതി, പാസ്റ്റർ പ്രാർത്ഥിച്ചോളൂ. അപ്പം ഞാൻ ചാടി അങ്ങ് എഴുന്നേറ്റു. ആ എഴുന്നേറ്റ് പാസ്റ്ററിനോട് ചോദിച്ചു, ചണ്ണപ്പേട്ടക്കാരനായിരിക്കുന്ന പാസ്റ്റർ CG ബാബൂസ് എന്ന് പറയുന്ന ഒരു ബഹുമാന്യ കർത്തൃദാസനാണ്, ചണ്ണപ്പേട്ടക്കാരൻ, പുനലൂര്. അദ്ദേഹം എന്നോട് ചോദിച്ചു, മോഹൻ എന്താ വിഷയം, എന്തിനാ എഴുന്നേറ്റ്? ഞാൻ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് സമാധാനമില്ല, എനിക്ക് സ്വസ്ഥതയില്ല പാസ്റ്റർ. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, തീർച്ചയായിട്ടും മോഹന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഇനിയും ഞങ്ങൾ മോഹന് വേണ്ടി പ്രാർത്ഥിക്കും, എന്നാൽ ഒരു കാര്യം ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്താണ്? കർത്താവായ യേശു ക്രിസ്തു മനുഷ്യജാതിക്ക്
വേണ്ടി, മാനവജാതിക്ക് വേണ്ടി മരിച്ചു, പാപത്തിന് വേണ്ടി മരിച്ചത്. മോഹൻ പാപിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പാപത്തിന് പരിഹാരം വേണം, അതാണ് യേശു ക്രിസ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്നൊന്നും എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയത്തില്ല. അപ്പോൾ കാരണം യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഞാൻ രക്ഷാവാചകം പറഞ്ഞു തന്നാൽ മോഹൻ അത് ഏറ്റു പറയാമോ? അപ്പോൾ ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ഞാൻ മുങ്ങിച്ചാക്കാൻ തുടങ്ങുന്നവനാണ്. കാരണം ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ ഞാൻ കയറി പിടിക്കും. ഏത് വ്യക്തി നമുക്കറിയാം. അപ്പോൾ ഈ കടലിൽ അല്ലെ ആറ്റിലൊക്കെ വെള്ളത്തിലൊക്കെ മുങ്ങിച്ചാകാൻ തുടങ്ങുന്നവന് അവൻ മനഃപൂർവ്വം ചാടിതാന്ന് പറഞ്ഞാലും അവനൊരു കച്ചിത്തുരുമ്പിന് വേണ്ടി പിടിക്കും, കിട്ടിയാൽ അവൻ കയറി പിടിക്കും. ഇതുപോലെ എനിക്ക് കിട്ടിയ കച്ചിത്തുരുമ്പായിരുന്നു യേശു. ഞാനത് കയറി പിടിച്ചു. കാരണം എൻ്റെ പ്രതിസന്ധിയിൽ, എൻ്റെ കഷ്ടതയിൽ, എൻ്റെ ഇല്ലായ്മയിൽ ഞാൻ എതിർത്ത വ്യക്തിയാണ് യേശു എന്ന് പറയുന്നത്. അത് പിന്നീട് ഞാൻ അനുഭവത്തിൽ പറയാം. അപ്പം ഞാൻ കയറി പിടിച്ചു. ഞാൻ പറഞ്ഞു, യേശുവിനെ ഞാൻ രക്ഷകനായി സ്വീകരിക്കുന്നു പറഞ്ഞു. അദ്ദേഹം എൻ്റെ രക്ഷാവാചകം പറഞ്ഞു. ഞാൻ ഏറ്റു പറഞ്ഞു. പാസ്റ്റർജി, ഞാൻ അന്നേരം വീഴുന്നു. പ്രിയപ്പെട്ടവരെ, ആ ദൈവദാസൻ വന്ന് എൻ്റെ തലയിലോട്ട് കൈവച്ച് ഒന്ന് പ്രാർത്ഥിച്ചു. ഞാൻ 1990 ജൂലൈ മാസം 22 എന്ന പകൽ എൻ്റെ മരണം വരെ മറക്കത്തില്ല. കാരണം ഞാൻ അന്ന് യേശുവിനെ കർത്താവ് രക്ഷകരമായി സ്വീകരിച്ചതാണ്. ഞാൻ ഇരുന്നപ്പോൾ ആ ദൈവദാസൻ വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ പൊട്ടിക്കരയാൻ തുടങ്ങി. അപ്പം ഇതുവരെ ഞാൻ ആരുടെ മുൻപിൽ കരഞ്ഞിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഞങ്ങൾ 6 മക്കൾ, 4 ആണും 2 പെണ്ണും. ഞാൻ മക്കളിൽ 3-മന്, ആ മക്കളിൽ 2-മന്. എൻ്റെ ജ്യേഷ്ഠനുണ്ട്, എൻ്റെ മൂത്ത പെങ്ങളുണ്ട്. അപ്പം എൻ്റെ 6 മക്കളിൽ എൻ്റെ അപ്പനും അമ്മയും ഒരു മോനെ ഓർത്ത് കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഓർത്താണ് കരഞ്ഞത്. ഞാൻ ആരുടെ മുമ്പിൽ കരഞ്ഞിട്ടില്ല. കരയുന്ന ഒരാളല്ലായിരുന്നു, ധൈര്യശാലിയൊക്കെ ആയിരുന്നു. എന്തെന്ന് ചോദിച്ചാൽ ഏതെന്ന് പറയുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞാൻ കരയാൻ തുടങ്ങി. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ അന്തരങ്ങളിലേക്ക് ഇടപെടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പാപിയായ മനുഷ്യനാണെന്ന്. നിങ്ങൾ ആരും വിശ്വസിക്കത്തില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ ചങ്കന് അടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. കർത്താവേ, ഞാൻ പാപിയാണ്. കാരണം എൻ്റെ പാപം എന്നെ കർത്താവ് ഓർപ്പിക്കാൻ തുടങ്ങി. എൻ്റെ അപ്പനും അമ്മയും നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ട് ശപിക്കപ്പെട്ടവനെ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് എന്നെ വീട്ടിൽ നിറക്കി വിട്ടൊരു അനുഭവം ഉണ്ടായിരുന്നു. സ്തോത്രം. എൻ്റെ അപ്പൻ എന്നെ ഓർത്ത് ചങ്കുപൊട്ടി കരഞ്ഞ ഒരവസ്ഥ ഞാൻ ഓർക്കുന്നുണ്ട്. അങ്ങനെ പല നിലവാരത്തിലൂടെയൊക്കെ ഞാൻ പോയൊരനുഭവമൊക്കെ ഉണ്ടായിരുന്നു. ഒരു അഹങ്കാരിയായിരുന്നു ഞാൻ. ഒരു കീഴ്പ്പെടുന്ന വ്യക്തിത്വമല്ലായിരുന്നു ഞാൻ. തർക്കുത്തരം പറയുന്നൊരു വ്യക്തിത്വമായിരുന്നു. എന്നാൽ നാട്ടിൽ വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങനെയൊക്കെ എൻ്റെ ചില സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ കണ്ട് ദൈവത്തോടെ ഏറ്റു പറഞ്ഞു. എൻ്റെ ബോംബെ പട്ടണം, നാസിക പട്ടണം എൻ്റെ തകർത്ത്. ഞാൻ പോകാത്ത വഴിയൊന്നുമില്ലായിരുന്നു. ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞത് അതങ്ങനെ ആരാധന കഴിയുന്ന സമയം വരെ ഞാൻ കരഞ്ഞുകൊണ്ട് ഇരുന്നു. അപ്പം ആരാധന കഴിഞ്ഞ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം എനിക്ക് മനസ്സിലായി. 1000 കിലോ ഭാരം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ ഒരു ചുമടുതാമിയിൽ ഇറങ്ങി വെച്ചിട്ട് ദീർഘശ്വാസം വിടുന്നത് പോലെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ആ ഭാരം ഒന്ന് ഇറക്കി വെച്ചപ്പോൾ, യേശു എൻ്റെ ഭാരം ഏറ്റെടുത്തപ്പോൾ, യേശു എൻ്റെ പാപം ക്ഷമിച്ചപ്പോൾ ഞാൻ സ്വതന്ത്രനായി. ഇത് ഒരു ബ്രെയിൻ വാഷിലൂടെ നടന്ന സംഭവമല്ല. ആരും പാൽപ്പൊടി. അപ്പം ഞാൻ എൻ്റെ കർത്താവ് അന്ന് ആ സമയം ഒരു എൻ്റെ ഭാരം ഇറക്കി വെച്ചു. ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായി. എനിക്ക് തന്നെ മനസ്സിലായി, എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ മാറി ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ ചെറിയ കൂട്ടായ്മ യോഗങ്ങളൊക്കെ പോകാൻ തുടങ്ങി. പ്രാർത്ഥന യോഗങ്ങളൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. വൈകിട്ട് കോട്ടേജ് മീറ്റിങ്ങൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. സഭായോഗത്തിനൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ശബ്ദം കേട്ടു. റോമാലേഖനം 6-ാം അധ്യായം വായിക്കൂ എന്നൊരു ശബ്ദം കേട്ടു. അപ്പം വേദപുസ്തകത്തെക്കുറിച്ച് എനിക്ക് ആഴമായിട്ട് അറിയത്തില്ല, എങ്കിലും പെട്ടെന്ന് റോമാലേഖനം കണ്ടെടുത്തു. 6-ാം അധ്യായം 1 മുതൽ താഴോട്ട് വായിക്കുന്ന സമയത്ത് വീണ്ടും വായിക്കുമ്പോൾ സ്നാനമാണെന്ന് മനസ്സിലായി. അപ്പോൾ ഓടി ചെന്നിട്ട് പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, മോഹനെ, രക്ഷിക്കപ്പെട്ടവർ സ്നാനപ്പെടണം. സ്നാനം എന്താണ്, സ്നാനം എന്തല്ല, സ്നാനത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് എന്നോട് വ്യക്തമായിട്ട് എനിക്ക് ക്ലാസ് എടുക്കുവാൻ തുടങ്ങി. അപ്പം സ്നാനത്തെക്കുറിച്ചൊക്കെ നന്നായിട്ട് പഠിപ്പിച്ചു. ആ സമയത്ത് തന്നെ അവിടെ ഒരാഴ്ച അവിടെ ആ സഭയിലെ ഒരു 6-7 കുഞ്ഞുങ്ങൾ ഒന്നിച്ച് സ്നാനപ്പെടുകയാണ്. ആ സമയത്താണ് ദൈവം എന്നോട് ഇങ്ങനെ ഇടപെടുന്നത്, സ്വാമി ഈ പുസ്തകത്തിലൂടെ ഇടപെടുന്നത്. അപ്പോൾ പാസ്റ്ററോട് ഇത് പറഞ്ഞപ്പോൾ പാസ്റ്റർ സ്നാനത്തെക്കുറിച്ച് പറഞ്ഞു. ഞാനൊന്നും നോക്കിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. എൻ്റെ അപ്പനോടോ എൻ്റെ അമ്മയോടോ എൻ്റെ സഹോദരങ്ങളോടോ ഞാൻ ചോദിക്കാതെ ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ സ്നാനപ്പെട്ട ശേഷം
ഞാൻ ആദ്യം ചെയ്തത് ഒരു കത്തെഴുതി വീട്ടിലോട്ട്. അപ്പാനും അമ്മയും അറിയുന്നതിന് ഞാനിവിടെ വന്ന് പെന്തക്കോസ്ത് കൂട്ടായ്മയ്ക്ക് പോയി രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഞാനൊരു പെന്തക്കോസ്തുകാരനായി മാറി എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കഴിഞ്ഞ നാട് നിങ്ങളുടെ ഹൃദയം കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്, ദുഃഖിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ അറിയായ്മയുടെ കാലമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സാന്തരം, ഞാൻ പെന്തക്കോസ്തിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അവർ ശക്തമായിട്ട് പ്രതികൂലത്തിലെ വാക്കുകളൊക്കെ പറഞ്ഞു, ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാനതൊന്നും പറയുന്നില്ല. അങ്ങനെ അവർക്കത് ഇഷ്ടമല്ലായിരുന്നു. എന്നോട് ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. 6 വർഷക്കാലം ബോംബെ നാസിക് എന്ന് പറഞ്ഞ പട്ടണത്തിൽ നഷ്ടപ്പെട്ടു പോയൊരു മകനാണ് ഞാനെന്ന് നിങ്ങൾ പോലും വിധി എഴുതി, മരിച്ചുപോയി എന്ന് എഴുതി എഴുതിയ സ്ഥാനത്ത് എൻ്റെ ജീവിതത്തെ ദൈവം മടക്കി കൊണ്ടുവന്നപ്പോൾ എൻ്റെ ജീവിതം ഇന്ന് സന്തോഷം അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ എന്നോട് അവസാനം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ കണ്ടപ്പോൾ എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞൊരു വാക്ക് ഇന്ന് ഞാൻ മറന്നിട്ടില്ല. എന്നോട് പറഞ്ഞു, മോനെ, നീ നന്നായതിൽ സന്തോഷമുണ്ട്, നീ പൊയ്ക്കൂ, ഞങ്ങളാരും വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അപ്പനോടും എൻ്റെ അമ്മയോടും എൻ്റെ സഹോദരനോടും ഞാനും പറഞ്ഞു, എന്നെ ആരും ബ്രെയിൻ വാഷ് ചെയ്തതല്ല, ഇത് ഞാൻ സ്വയമായി പോയതാണ്. അതുകൊണ്ട് നിങ്ങൾ വരണമെന്ന് എനിക്ക് നിർബന്ധമില്ല, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പാസ്റ്റർ, ഞാൻ അന്നു മുതൽ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇത് സത്യദൈവമാണെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഒരു വ്യക്തിയെങ്കിലും തരണമെന്ന് പ്രാർത്ഥിച്ചു. അമ്മ യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ആ വചനം ഏറ്റെടുത്തുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിലും അറിയാവുന്ന നിലവാരത്തിലൂടെയൊക്കെ ദൈവത്തോട് സ്തോത്രം ചെയ്യാനും പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചു. വീട്ടിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രതിസന്ധികളോടെ കടന്നുപോയി. മൂത്ത ജ്യേഷ്ഠന് വിവാഹമൊക്കെ കഴിഞ്ഞിരുന്നു. പെങ്ങളുടെ കല്യാണമൊക്കെ, മൂത്ത പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു, ഇളയ പെങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. ഒരുപാട് പ്രതിസന്ധികളോടെ കടന്നുപോയി. ആ പ്രതിസന്ധിയിലും ആരും സഹായിക്കാനില്ല, എല്ലാവരും കൈവിട്ടു. പോയ വഴി അമ്മ ഒരു അമ്പലഭക്തിയായിരുന്നു, പക്ഷെ അവിടെ ഒന്നും ആർക്കും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു സ്വാമിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ ആ സ്വാമി പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അമ്മ, ഞാൻ ഒരു വേദപുസ്തകം കാണുന്നെന്ന് പറഞ്ഞു. സ്വാമി അമ്മയോട് പറയാണ്, വേദപുസ്തകം കാണുന്നെന്ന്. ഒരു മഷിനോട്ടം എന്ന് പറഞ്ഞൊരു ആചാരമുണ്ട്. അതിനകത്ത് നോക്കിയപ്പോൾ സ്വാമി പറയാണ്, ഞാനൊരു വേദപുസ്തകം കാണുന്നു പറഞ്ഞു. അപ്പം അമ്മ ഇത് മനസ്സിൽ വെച്ചിരുന്നു. അമ്മ സ്വാമിയോട് പറഞ്ഞു, അങ്ങ് അടുത്തുള്ള ഒരാളാണ്. സ്വാമിക്ക് വേദപുസ്തകം വെളിപ്പെട്ടെങ്കിൽ സത്യദൈവ യേശുവാണല്ലോ എന്ന് മാത്രം പറഞ്ഞിട്ട് പോന്നു. പക്ഷെ ആ സമയത്ത് കർത്താവ് എന്നോട് ഇടപെട്ട് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ പെട്ടെന്ന് നാട്ടിൽ വന്നു. ഞാൻ ഒന്നിനെ ചോദിച്ച സ്ഥാനത്ത് അന്ന് 1993 ജനുവരി 31 എൻ്റെ അച്ചാച്ചനും എൻ്റെ അമ്മച്ചിയും എൻ്റെ ഇളയ സഹോദരനും ഒന്നിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു. ആരും, ഒരു പാസ്റ്റർ പോലും വീട്ടിൽ വന്നതല്ല, ഒരു വിശ്വാസി പോലും വന്നല്ല. ഞാൻ വിശ്വാസത്തിൽ വന്നെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ അവിടെ കൂട്ടായ്മയ്ക്ക് പോകുമ്പോഴും ഇടയ്ക്ക് അവധിക്ക് വരുമ്പോൾ അല്ലെ വന്നപ്പോഴും ഒരു വിശ്വാസി പോലും എന്ത് ചെയ്യാറില്ല, എൻ്റെ വീട് വിസിറ്റ് ചെയ്യാറില്ലായിരുന്നു. പാസ്റ്റേഴ്സ് വരാറില്ലായിരുന്നു. കാരണം അവർ വരുന്നില്ല. ഞങ്ങളുടെ പാവങ്ങളായ വീടായതുകൊണ്ട് ആരും അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. എന്നാൽ ഞാൻ വന്ന് എൻ്റെ അപ്പൻ്റെ അമ്മയുടെ അനുഭവമൊക്കെ പറഞ്ഞപ്പോൾ, അമ്മയുടെ അനുഭവം പറഞ്ഞപ്പോൾ ഞാൻ പാസ്റ്ററുമായിട്ട് വന്നു. ആ പാസ്റ്റർ നല്ലൊരു പാസ്റ്ററായിരുന്നു. അദ്ദേഹം വന്നൊരു പ്രാർത്ഥിച്ചു. തമ്പിക്കുട്ടി പാസ്റ്റർ എന്ന് പറയും, തട്ടക്കാട് IPC ആണ് ഞങ്ങൾ. അപ്പം അദ്ദേഹം ഒരു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന വീടിന് വലിയ വിടുതലായി മാറി. എൻ്റെ അമ്മ ഒരു തീരുമാനമെടുത്ത് അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പൻ ആദ്യമൊക്കെ എതിർത്തുവെങ്കിലും എൻ്റെ അപ്പനും അമ്മയും തീരുമാനിച്ചു, ഇനി ജീവിക്കുന്നെങ്കിൽ യേശുവിനെന്ന് മാത്രം പറഞ്ഞു. ഇപ്പോൾ ഇളയ സഹോദരൻ്റെ മോനാണിപ്പോൾ UK അപ്പം അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൻ പറഞ്ഞു, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ പൊക്കോ, ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നിനെ ചോദിച്ച സ്ഥാനത്ത് 3 പേരെ കർത്താവ് തന്നു. ദൈവം വിശ്വസ്തനാണോ പറ? കാരണം ദൈവത്തിൻ്റെ വചനം അത് എന്നോട് ചോദിച്ചു കൊള്ളുക, ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരാമെന്ന് ദൈവത്തിൻ്റെ വചനം. അങ്ങനെ മറ്റൊരു അനിയൻ എൻ്റെ കൂടെ ബാംഗ്ലൂർ പട്ടണത്തിലുണ്ടായിരുന്നു. ഞാൻ പെന്തക്കോസ്തിൽ പോയതിന് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ല, എതിർത്തൊന്നും പറഞ്ഞില്ല. ഞാൻ അവന് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു. ആ 93 തന്നെ ബാംഗ്ലൂർ പട്ടണത്തിൽ വെച്ച് അവനും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഇതൊന്നും ബ്രെയിൻ വാഷ് ചെയ്തതല്ല, പാൽപ്പൊടി കൊടുത്തതോ പൈസ കൊടുത്തോ ജോലി കൊടുത്തോ ഒന്നുമല്ല പ്രിയപ്പെട്ട. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടപ്പോൾ ദൈവാത്മാവ് അങ്ങനെ ഓരോരുത്തരെ കർത്താവ് തരുവാനിടയായി. അങ്ങനെ ഞങ്ങൾ അത്രയും പേരായി. അപ്പോൾ സഹോദരിമാരൊക്കെ വിശ്വാസി വരുന്നതിന് മുമ്പ് സഹോദരിമാരെയൊക്കെ കെട്ടിച്ചു വിട്ടു. അപ്പോൾ മൂത്ത ജ്യേഷ്ഠൻ വിശ്വാസി വന്നിട്ടില്ല. അപ്പോൾ മൂത്ത ജ്യേഷ്ഠൻ അന്ന് ഗൾഫിലാണ്. അങ്ങനെ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഞങ്ങളുടെ മാറി. അപ്പോൾ ജ്യേഷ്ഠനും കുടുംബം ഇന്ന് വിശ്വാസത്തിൽ വന്നിട്ടില്ലെങ്കിലും അവർ മർത്തോമ പശ്ചാത്തലത്തിലേക്ക് അങ്ങ് പോയി. അവർക്ക് മർത്തോമ മതി എന്ന് പറഞ്ഞു.
ഓക്കെ. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇതാണ് സത്യം. അപ്പോൾ അവർ പറഞ്ഞില്ല. അപ്പോൾ ജ്യേഷ്ഠത്തേക്ക് അപ്പോൾ ആഭരണം ഉപേക്ഷിക്കാൻ വലിയൊരു മടിയായതുകൊണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ മർത്തോമയിൽ പോകാം. എന്താ, അവർ മർത്തോമയിൽ ദൈവത്തെ ആരാധിക്കുന്നു, മർത്തോമയെ ദൈവത്തെ സ്തുതിക്കുന്നു, മർത്തോമയായിട്ട് പോകുന്നു. കർത്താവ് നന്നായി അവരെ നടത്തുന്നുണ്ട്. അങ്ങനെ അതോടനുബന്ധിച്ച് എൻ്റെ മൂത്ത പെങ്ങളുടെ മോളെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. അവർ സന്തോഷമായി. അവൾ മോളെ കെട്ടിച്ചിരിക്കുന്നത് നെടുങ്കണ്ടത്താണ്, കട്ടപ്പന നെടുങ്കണ്ടത്താണ് കെട്ടിച്ചിരിക്കുന്നത്. അവൾ കുടുംബമായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുന്നു. അങ്ങനെ പല വ്യക്തികൾ, സഹോദര കുടുംബങ്ങളെ, അപ്പൻ്റെ സഹോദരങ്ങൾ ഇപ്പോൾ പലരും ഒക്കെ വിശ്വാസത്തിലൊക്കെ ഒന്നൊന്നായിട്ടൊക്കെ വരുവാനിടയായി. അങ്ങനെ സന്തോഷത്തോടെ ഞാൻ കഴിയുമ്പോഴാണ് അപ്പം ഇനി വിവാഹം, ഇനി പെന്തക്കോസിലേക്ക് പോകുമ്പോൾ വിവാഹം ഒരു വിഷയമാണല്ലോ. കാരണം നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. പെന്തക്കോസിലേക്ക് വരുമ്പോൾ വിവാഹം ഒരു വലിയ പ്രശ്നമാണ്. കാരണം ജാതി പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരുടെയൊക്കെ വിവാഹം വളരെ പ്രശ്നമാണ്. അപ്പം അതിനു മുൻപ് ഞാൻ ഈ രക്ഷിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോഴേ ഞാൻ എൻ്റെ നാട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു ചേച്ചി ഓടി വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. കാരണം അവരും ഞങ്ങളെപ്പോലെ ഒരു വിശ്വകർമ്മ പശ്ചാത്തലത്തിൽ നിന്ന് സ്വർണ്ണപ്പണിക്കാരായിരുന്നു. അവർ വർഷങ്ങൾക്ക് മുമ്പേ എൻ്റെ ബാല്യകാലത്തിൽ രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിൽ പോയപ്പം ഒത്തിരി ഞങ്ങളൊക്കെ കളിയാക്കുകയൊക്കെ ചെയ്തു. ഒരു ദിവസം ഞാൻ അന്ന് DYPയുടെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഇവർ വന്ന് യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ ആ ജംഗ്ഷനിൽ വെച്ച് ആ സന്ധ്യ സമയത്ത് ഇവരെ ഒത്തിരി പരിഹസിച്ച് കളിയാക്കി പുച്ഛിച്ച് ചീത്ത വിളിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ പ്രായമുള്ള ആ സഹോദരിയെ ഞാൻ ഒരുപാട് അപമാനിച്ച് അവർ കണ്ണുനീരോടെ ഒരക്ഷരം പോലും പറയാതെ കണ്ണുനീരോടുകൂടെ അങ്ങ് പോയി. എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, നാട്ടിൽ വന്നു എന്നറിഞ്ഞപ്പോൾ അവർ എൻ്റെ വീട്ടിൽ വന്ന് എന്നെ കണ്ടിട്ട് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു, മോനെ, എത്ര വർഷങ്ങൾക്ക് മുൻപ് ഇന്ന സ്ഥലത്ത് വെച്ച് നീ എന്നെ ആക്ഷേപിച്ചത് ഓർക്കുന്നോടാന്ന് ചോദിച്ചു. എൻ്റെ അന്ന് ഹൃദയം പൊട്ടി. എൻ്റെ മോനെ പോലെ കരുതിയ നീ പറഞ്ഞ വാക്കുകൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ലടാ. അന്ന് ഞാൻ പോയി മുട്ടുമടക്കി, കർത്താവേ, അവൻ ഈ പുസ്തകം എടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു എന്ന് എന്നോട് പറഞ്ഞു. നോക്കമേ, അപ്പോൾ പെന്തക്കോസ്തിനെ ഞാൻ എതിർത്തൊരാളാണ്. ആ പെന്തക്കോസ്തുകാരത്തെ അപമാനിച്ച് വിട്ടപ്പോൾ അവിടെ കണ്ണുനീര് ദൈവം കണ്ടു, അവിടെ പ്രാർത്ഥന ദൈവം കേട്ടു, ദൈവം എന്നെ മുന്നമേ കണ്ടു, ദൈവം എന്നെ തൊട്ടു. അപ്പം ഞാൻ പറഞ്ഞത്, അപ്പം ഇന്ന് ആരെങ്കിലും പെന്തക്കോസ്തുകാരെന്ന് പറയുന്നവരെ അപമാനിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നെങ്കിൽ ഒരു കാര്യം ഓർത്താൽ മതി, അവൻ ചോദിക്കുന്നൊരു ദൈവമുണ്ട് എന്നുള്ള സത്യമായ കാര്യമാണ്. അവരുടെ സന്തോഷം ഭയങ്കരമായിരുന്നു പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ പട്ടണത്തിൽ ഇതിപ്പോൾ വിവാഹം, എന്താ കഥ, വിവാഹം എങ്ങനെ നടക്കും എന്നൊക്കെ ചിന്തിച്ചു. പിന്നെ എനിക്ക് വിശ്വാസമുണ്ട്, ദൈവം വിശ്വസ്തനാണെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി നല്ല വിശ്വാസങ്ങളായി പ്രാർത്ഥിക്കാൻ കർത്താവ് എന്നെ പഠിപ്പിച്ചു. അപ്പം ഞാൻ ഈ സമായോഗത്തിന് എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ സഭയിൽ പ്രായമുള്ളവരൊക്കെ സഭായോഗത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പം ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, എനിക്കെന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല? ഞാൻ ഒരാഴ്ച അപ്പം ഞാൻ ആ സ്ഥാപനത്തിൽ നിന്ന് വേറെ സ്ഥാപനത്തേക്ക് ജോലി കിട്ടി, മാറിപ്പോയ നല്ലൊരു ജോലി, കുറച്ചുകൂടെ നല്ല ജോലി എനിക്ക് കിട്ടി. അപ്പം ഞാൻ അങ്ങനെ ഒരാഴ്ച പ്രാർത്ഥിച്ചു കൊണ്ടുപോയി, കർത്താവേ, ഈ ഞായറാഴ്ച എനിക്ക് സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചല്ലോ. ഞായറാഴ്ച സഭായോഗത്തിന് ചെന്നു, ആരാധനയൊക്കെ കഴിഞ്ഞു. പാസ്റ്റർ പറഞ്ഞു, സഭായോഗത്തിന് ആത്മനിയോഗമുള്ളൊരു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ പാസ്റ്റർ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ശബ്ദം ഒരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എനിക്കറിയത്തില്ല എന്തോ ആത്മാവിലൊരൊറ്റ പ്രാർത്ഥന. അന്ന് കർത്താവിനെ ആത്മാവിൽ അങ്ങ് നിറച്ചെന്നല്ല, പ്രാർത്ഥനയാൽ ദൈവം എന്നെ അങ്ങ് നിറച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ എനിക്കൊക്കെ പോയി. അപ്പോൾ അതിന് മുൻപ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇടയ്ക്ക് കയറി പറയട്ടെ. ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. അഭിഷേകം പ്രാപിക്കണം. എനിക്ക് അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി വലിയ ഞാൻ കാത്തിരുന്നു. കാരണം വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ വിശ്വാസത്തിൻ്റെ പരിശോധന എനിക്ക് പെന്തക്കോസ്തുകാരിൽ നിന്നും ഞാൻ അനുഭവിക്കേണ്ടി വന്നു. ഒത്തിരി എന്നെ ഒറ്റപ്പെടുത്തുന്ന ഒരു അനുഭവത്തിലേക്ക് എൻ്റെ ജീവിതം മാറി. അപ്പോൾ കാരണം അതൊക്കെ കർത്താവിൻ്റെ ഹിതമായിരുന്നു എനിക്ക് മനസ്സിലായി. എന്നെ കർത്താവ് നിർത്തുകയായിരുന്നു. അങ്ങനെ അഭിഷേകത്തിന് വേണ്ടി ഞാൻ കാത്തിരുന്നു. അപ്പം ബാംഗ്ലൂർ പട്ടണത്തിൽ ഈ സിയോ ജേക്കബ് എന്ന് പറഞ്ഞ മാർത്തകളിൽ 40 ദിവസം വാസപ്രാർത്ഥന നടക്കുക. അപ്പോൾ ആ വാസപ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ വേണ്ടി ഞാൻ ഒരു 3 ദിവസം പോയി. 37ാമത്തെ ദിവസം പോകുന്ന സമയത്ത് 37ാമത്തെ ദിവസം അവിടെ ഭയങ്കര ആരാധന, പെന്തക്കോസ്തിൻ്റെ ആരാധന നടക്കുക. പക്ഷെ എനിക്ക് ഒന്നും ആത്മാവിൽ നിറയാനോ അന്യഭാഷ പറയാനോ കഴിയുന്നില്ല. അങ്ങനെ ഞാനിതെല്ലാം കണ്ടു കേട്ട് ദൈവത്തോട് കരയാൻ തുടങ്ങി. 38ാമത്തെ ദിവസം
ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ശബ്ദം 81 സങ്കീർത്തനം വായിക്കാൻ വേണ്ടി 81 സങ്കീർത്തനം വായിച്ചപ്പോൾ, മിസ്രൈം ദേശത്തു നിന്നു നിന്നെ കൊണ്ടുവന്ന യഹോവയായ ദൈവം ഞാനാകുന്നു, നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കുക എന്നുള്ള ശബ്ദം എന്നെ കേൾപ്പിച്ചു. ഞാൻ ആ വാക്യം വെച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയിലെ പ്രാർത്ഥനാ യോഗത്തിന് ഞാൻ വീണ്ടും പങ്കെടുക്കുന്ന സമയത്തെ ആരാധന എല്ലാം കഴിഞ്ഞ് ഞാൻ സ്തോത്രമൊക്കെ ചെയ്യുന്നുള്ളൂ, പക്ഷെ ആത്മാവിൽ നിറയാൻ കഴിയുന്നില്ല. പക്ഷെ സിയോ ജോക്കപ്പ് എഴുന്നേറ്റ് ആദ്യം പറഞ്ഞ വാക്കിതാണ്, നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാം, ഞാനതിനെ നിറയ്ക്കാമെന്ന് എന്നോട് ഇടപെട്ട വാക്യം. പാസ്റ്റർ അത് പറയുമ്പോൾ ഞാനൊരൊറ്റ സ്തോത്രം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, മേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഇടി ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ ആ വചനവും എൻ്റെ വിശ്വാസവും തമ്മിൽ കൂട്ടിമുട്ടി. ഇന്ന് ഞാൻ പറയുന്നു, അന്ന് കർത്താവിനെ സ്തുതിച്ചു, അത് അന്യഭാഷകളായി ആത്മാവിൽ നിറച്ച് ദൈവം എന്നെ നടത്തി. ഇന്ന് വരെയും ആ ആത്മാ നിറവോട് അന്യഭാഷകളിൽ കർത്താവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ. കാരണം വിശ്വാസത്തിൽ ക്ഷീണിച്ചു തളർന്നു, ഇനി മുൻപോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് കർത്താവിനോട് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്. അപ്പോൾ കർത്താവ് എന്നോട് ചോദിച്ച ചോദ്യമാണ്, ഞാനാണ് നിന്നെ വിളിച്ചത്, നീ ക്ഷീണിച്ചു പോകരുത് എന്ന്. കർത്താവ് എന്നോട് ഇന്നും സംസാരിക്കുന്നു, വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ ശബ്ദം അങ്ങനെ കർത്താവിനെ ആത്മാവിൽ നിറച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് നിൽക്കാനുള്ള ധൈര്യമായി, എനിക്ക് സന്തോഷമായി. എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സഹോദരങ്ങളെല്ലാം വിശ്വാസത്തിലേക്ക് വന്നു. ഇനി വിവാഹം, ഞങ്ങൾ 3 സഹോദരന്മാർ പെന്തക്കോസ്തിലേക്ക് വന്നു. 3 പേരുടെ വിവാഹം നടക്കണം. അത് വലിയൊരു ചോദ്യചിഹ്നമാകും. കാരണം വിശ്വകർമ്മ പശ്ചാത്തലത്തിൽ നിന്ന് വന്നു. അവരെന്നൊപ്പം തന്നെ എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങളുടെ പെമ്പിള്ളാരെ ഒന്ന് കിട്ടുമെന്ന് നീ വിചാരിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ പെമ്പിള്ളാരെ കെട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞു. തമാശ എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിനൊരു മുറിവ് പോലെ ഏറ്റി. പക്ഷേ എന്നോട് ദൈവാത്മാവ് അന്ന് 93 ചർച്ചിൽ ഉപവാസപ്രാർത്ഥന നടക്കുമ്പോൾ ഒരു ദൈവദാസൻ വന്ന് എന്നോട് ഇങ്ങനെ ഒരു ആലോചന പറഞ്ഞു. അബ്രഹാം തൻ്റെ മകനായിരിക്കുന്ന ഇസഹാക്കിന് വേണ്ടി ഏലയാസറെ അയച്ചതുപോലെ ഞാൻ നിനക്ക് വേണ്ടി ഏലയാസറെ അയക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമൊക്കെ പ്രാർത്ഥിച്ചു, കർത്താവ് ഏലയാസറെ അയക്കണമേ. കാരണം വിവാഹം പരമപ്രധാനമാണല്ലോ, അതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട വിഷയമാണല്ലോ, പ്രാർത്ഥിച്ച് തിരഞ്ഞെടുക്കേണ്ട വിഷയമാണ് വിവാഹം എന്ന് പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും അബ്രഹാം ഇസഹാക്കിന് വേണ്ടി ഏലയാസറെ അയച്ചു എന്നാണ് പറയുന്നത്, അല്ലേ? ഇസഹാക്ക് തിരഞ്ഞെടുത്തതല്ല. ഇന്ന് തിരഞ്ഞെടുപ്പാണ്, പലരും സ്വന്തം തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ആദാം ഏകനായിരിക്കുന്ന നന്നല്ല, 4 കണ്ടു, ദൈവം കണ്ടു. ദൈവം ഒരുക്കിയ തുണയാണ് ആര്? ഹൗവ. അപ്പം ഞാൻ ആ ഭാഗം ചിന്തിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവം ഒരുക്കി കൊടുത്ത തുണ പോലും ആദാമിന് കെണിയായി മാറി. അപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എത്രത്തോളം കെണിയായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കി. എന്നെ ചിന്തിപ്പിച്ച വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞു. പക്ഷെ അപ്പോൾ ദൈവം ഒരുക്കിയതിനകത്ത് പോരായ്മ വന്നെങ്കിലും പരിഹരിക്കാൻ ദൈവത്തിന് കഴിഞ്ഞു. ദൈവം പരിഹരിച്ചു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. പരാജയം ഉണ്ടാകത്തില്ലെന്നല്ല പറഞ്ഞത്. അങ്ങനെ പ്രാർത്ഥിച്ചു, കുറേ നാളൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പിന്നെ പ്രാർത്ഥനയൊക്കെ നിർത്തി. പിന്നെ ചില ആലോചനയൊക്കെ ഒന്നെങ്കിലും ഞാൻ മുൻകൈ എടുത്തില്ല. അങ്ങനെ 90 ഇടയ്ക്ക് ഞാൻ പാസ്റ്റർ പോൾ യോഗിച്ചോടെ പുസ്തകം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കിൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം അദ്ദേഹം ചോദിച്ച ചോദ്യം, എന്താ നിൻ്റെ പ്രാർത്ഥന വിഷയം? എനിക്ക് കല്യാണം കഴിക്കണം, എനിക്കൊരു ചെറുക്കനെ വേണം. അപ്പോൾ യോഗിച്ചോ പറഞ്ഞത് ഇതാണ്, നിന്റെ ഭാവി വരനെക്കുറിച്ച് നീ ഒരു പേപ്പറും പേനായി എടുത്തിട്ട് എഴുതാൻ പറഞ്ഞു. നിന്റെ മനസ്സിൽ എന്തൊക്കെ ആഗ്രഹമുണ്ട് അത് എഴുതാൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണല്ലോ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ കാണാൻ കഴിയുന്നത്. അപ്പം ഞാൻ ഓർത്ത് ഇത് നല്ലൊരു ഐഡിയ. ഞാനൊരു പേനായും പേപ്പറും എടുത്തിട്ട് വരുന്നു. കർത്താവേ, ഒരു വെളുത്ത പെൺകുട്ടി ആയിരിക്കണം എന്ന് എഴുതി. ആദ്യം പറഞ്ഞ വെളുത്ത പെൺകുട്ടി ആയിരിക്കണം. കാരണം ഞാൻ ഇച്ചിരി കറുത്തതാണ്. കാരണം ഞാൻ വിശ്വാസത്തിന് വില കൊടുത്ത് ഇറങ്ങി തിരിച്ചതാണ്. വിവാഹം മാന്യമായിരിക്കണം എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ എഴുതി വെളുത്ത പെൺകുട്ടി ആയിരിക്കണം. ഞാൻ 10ാം ക്ലാസ് പാസ്സായി. കർത്താവേ, 10ാം ക്ലാസ്സെങ്കിലും പഠിത്തം ഉണ്ടായിരിക്കണം. ഞാൻ ITI കഴിച്ചതിലാണ്. അത്രയും മതി. പാടുന്ന പെൺകുട്ടി ആയിരിക്കണം, പ്രാർത്ഥിക്കുന്ന പെൺകുട്ടി ആയിരിക്കണം, എന്നെക്കാട്ടിൽ കർത്താവിനെ സ്നേഹിക്കുന്ന പെൺകുട്ടി ആയിരിക്കണം. എൻ്റെ ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ എഴുതി. അവസാനം ഞാൻ എഴുതി, കർത്താവ് ഇച്ചിരി സ്ത്രീധനമൊക്കെ വേണമെന്ന്. അതെല്ലാം എഴുതി. അങ്ങനെ കുറേ നാളൊക്കെ പ്രാർത്ഥിച്ചു. പിന്നെ പേപ്പറൊക്കെ ഞാൻ നഷ്ടപ്പെട്ടു പോയി. പിന്നെ പ്രാർത്ഥിച്ചില്ല, സ്തോത്രമൊക്കെ ചെയ്തു. എൻ്റെ ആഗ്രഹമായിരുന്നു അങ്ങനെ. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അപ്പനും അമ്മയും ഒരു പെണ്ണിനെ കണ്ടിട്ട് പറഞ്ഞു, എടാ ഞങ്ങളൊരു പെൺകുട്ടിയെ പോയി കണ്ടു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, വെളുത്തതാണ്, നല്ല നീളമൊക്കെ ഉണ്ട്, വണ്ണമൊക്കെ ഉണ്ട്, നല്ല 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 സ്വഭാവമുള്ള പെൺകുട്ടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, മാന്നാർ മേൽപ്പാടം വള്ളക്കാരി എന്ന് പറയുന്ന സ്ഥലത്താണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തോ എൻ്റെ മനസ്സങ്ങോട്ട് അടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നില്ല, എനിക്കത് വേണ്ട എന്നൊക്കെ. എൻ്റെ മനസ്സങ്ങ് തടയപ്പെടുന്നൊരു അനുഭവങ്ങൾ വീണ്ടും പറഞ്ഞു, വന്ന് കാണാം, നീ ഒന്ന് വന്ന് കാണാൻ. അവിടെ നല്ല പെൺകുട്ടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിടാ, കുഴപ്പമില്ല, നമ്മളെപ്പോലെ
തന്നെ പാവങ്ങളാണ്, എന്നാലും നല്ലതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് മാത്രം പറഞ്ഞു. പിന്നെ അവരെന്നോട് ആ വിഭാഗത്തെക്കുറിച്ച് പറഞ്ഞില്ല. പിന്നെ അവർ ആലോചിച്ചില്ല. അപ്പോൾ ഞാൻ അങ്ങനെ 94 ഡിസംബർ മാസം 10 ദിവസത്തെ അവധിക്ക് നാട്ടിൽ വരുമ്പോൾ, അപ്പോൾ ഈ സംഭവം കഴിഞ്ഞിട്ട് 6-7 മാസം കഴിഞ്ഞു. ഞങ്ങളുടെ പാസ്റ്ററിനോട് പ്രാർത്ഥിച്ചു വിടാൻ തന്നെ പറഞ്ഞു, മകനെ പോകുന്നതിൻ്റെ 10ാമത്തെ ദിവസം വിവാഹത്തിന് മറുപടി കാണുമെന്ന് പറഞ്ഞു. അപ്പോൾ 10ാമത്തെ അവധി തീരാൻ പോകുക, നാളെ തീരും. അപ്പോൾ 9ാമത്തെ ദിവസമായി ഞാൻ വരാനുള്ള ക്രമീകരണമൊക്കെ ചെയ്തു. അപ്പോൾ എൻ്റെ അപ്പനും അമ്മ എന്നും പറയടാ, നീ ആ പെണ്ണിനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. കാരണം ദൈവഗീതത്തെ പിശാച് തടയുമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ പോകാനൊക്കെ ഞാനും ഓർത്തു ഇനി കല്യാണം ഇനി വരുമ്പോഴാട്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉച്ച സമയമായപ്പോൾ ഒരു പാസ്റ്റർ, നമ്മുടെ ഈ പാസ്റ്ററെ പോലെ തന്നെ ഒരു ദൈവദാസന് മാവേലിക്കര വെട്ടിയാറിൽ നിന്നും എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പാസ്റ്ററെ അന്വേഷിച്ച് വരികയാണ്. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് SI പാസ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം നോർത്ത് ഇന്ത്യയിലെ കണ്ട് SI ഡിപ്പാർട്ട്മെൻറ്റ് SI ആയിരുന്നു. അങ്ങനെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അപ്പോൾ ഞങ്ങളുടെ ഒന്നിച്ച് സഭയിൽ ആരാധിക്കുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ അന്വേഷിച്ച് വരികയാണ്. അപ്പം അദ്ദേഹത്തെ അന്വേഷിച്ച് ഞങ്ങളുടെ ജംഗ്ഷനിൽ ചോദിച്ചപ്പോൾ ആർക്കും അറിയത്തില്ല. അന്ന് 94 കാര്യം, അന്ന് അവിടെ അധികം പെന്തക്കോസുകാരൊന്നുമില്ല. അപ്പോൾ ആരോ പറഞ്ഞു ഇന്നടത്തൊരു പെന്തക്കോസുകാർ പുതിയതായിട്ട് വന്നിട്ടുണ്ട് വിശ്വാസത്തിൽ, അവരടുക്കെ ചോദിച്ചാൽ അവർക്ക് പറയാം, എൻ്റെ പാസ്റ്ററെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ ഉച്ചയ്ക്ക് വെയിലും കൊണ്ടുകൊണ്ട് കണ്ടും തോടും കരയും ഒക്കെ നടന്ന് 1.25 കിലോമീറ്റർ നടന്ന് ബുദ്ധിമുട്ട് സഹിച്ച് ഞങ്ങളുടെ വീട്ടിൽ വരിക. ഉച്ച സമയമാണ്. വന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇളയ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ട് കുമ്മന അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ കൂട്ടി വിടുക. അപ്പോൾ അദ്ദേഹം ഒരു വാക്ക് മാത്രം പ്രാർത്ഥിച്ച്, കർത്താവ്, ഞാൻ ഇന്നും അത് ഓർക്കുന്നു, ഈ അസമയത്ത് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്താണെന്ന് ഞാൻ അറിയുന്നില്ലല്ലോ, നിനക്കെന്തെങ്കിലും കാണും കർത്താവ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് ഇറങ്ങിപ്പോയപ്പോൾ എൻ്റെ അപ്പനും അമ്മയും ഓടി ചെന്നിട്ട് ചോദിച്ചു, പാസ്റ്ററെ നിൽക്കണമേ, ഒരു കാര്യം ചോദിക്കട്ടെ. എന്താണ് ചോദിച്ചു? പാസ്റ്റർ, ഇവനാണ് ആദ്യം വിശ്വാസത്തിലേക്ക് വന്ന, കല്യാണമൊന്നും നടന്നിട്ടില്ല. പാസ്റ്ററുടെ കൃപയിൽ വല്ല പെമ്പിളാരുണ്ടോ, അറിവിൽ വല്ല പെമ്പിളാരുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ പോയ ദൈവദാസൻ 3 മിനിറ്റ് മാത്രമേ വീട്ടിൽ നിന്നുള്ളൂ. തിരികെ കയറി വന്നിട്ട് ഒരു പെൺകുട്ടിയെക്കുറിച്ച് പറയുക. പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞ് അതേക്കുറിച്ച് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞ് എനിക്ക് നല്ല അറിയാവുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അച്ചാച്ചനും അമ്മച്ചും ചോദിച്ചു, എവിടെയാ? അത് മാന്നാർ വള്ളക്കാലി മേൽപ്പാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയും പറയും, എൻ്റെ പാസ്റ്ററെ 6-7 മാസത്തിന് മുമ്പ് ഞങ്ങൾ പോയി കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെണ്ണ, ഇവൻ എന്ത് ചെയ്താൽ പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു. എത്ര വർഷങ്ങൾക്ക് മുൻപ് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ, അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിന് വേണ്ടി ഏലയാശ്രയായി, ആ ഏലയാശ്ര ഞാൻ ഇതെന്ന് പറഞ്ഞു. ദൈവം അത്ര വിശ്വസ്തനാണ്. ഒരു ദൂത് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവാത്മാവ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ കാലഘട്ടങ്ങൾ കഴിഞ്ഞാലും അത് നിവർത്തിക്കും. അപ്പം അത് ദൈവത്തിൻ്റെ വാഗ്ദത്തമായിരുന്നു, ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. അത് നടക്കാതിരിക്കാൻ വേണ്ടി പിശാച് എന്ത് ചെയ്തു? എൻ്റെ മനസ്സിനെ കിട്ടി. അപ്പം ദൈവീയ വാഗ്ദത്തത്തെ തടയുന്ന പോരാട്ടമുണ്ട്. പക്ഷെ ദൂത് പറഞ്ഞ ദൈവമാണെങ്കിൽ ദൈവം എന്ത് ചെയ്യും? അത് നിവർത്തിക്കും. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, ദൈവാത്മാവ് നിങ്ങളോട് ഇടപെട്ട് ഒരു ദൈവാലോചന തന്നിട്ടുണ്ടെങ്കിൽ അത് നിവർത്തിക്കേണ്ടതാണെങ്കിൽ കാലഘട്ടങ്ങൾ കഴിഞ്ഞാലും 430 വർഷം കഴിഞ്ഞാലും അത് നിവൃത്തിയാകെ തന്നെ ചെയ്യും. ദൈവം വിശ്വസ്തനാണ്. അപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ശരി പാസ്റ്റർ, ഞാൻ പോകാം, അപ്പനോടും അമ്മയോടും പോകാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ അന്ന് തന്നെ ഞാൻ ഓടിച്ചെന്ന് ഞങ്ങളോട് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഇങ്ങനെയുണ്ട്. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഇന്ന് എനിക്ക് പോകാൻ പറ്റത്തില്ല, നമുക്ക് നാളെ പോകാം, ബാംഗ്ലൂർ യാത്ര ക്യാൻസലാക്കാൻ പറഞ്ഞു. അങ്ങനെ ബാംഗ്ലൂർ യാത്ര ക്യാൻസലാക്കി അദ്ദേഹത്തിൻ്റെ കൂടെ ബൈക്കിൽ കയറി, അദ്ദേഹത്തിന് ബുള്ളറ്റിൽ കയറി മാന്നാർ മേൽപ്പാട് കുമ്മനാട്ട് വന്ന് അവിടെ ഒരു യാത്ര ചെയ്തു കണ്ടു. ചുരുക്കി പറഞ്ഞാൽ ആ വിവാഹം നടന്നു. 95 ഫെബ്രുവരി മാസം 8-ാം തീയതി വിവാഹം നടന്നു. പ്രൈസല്ലോ, ദൈവം അത്ര വിശ്വസ്തനാണ്. ആ വിശ്വസ്ത. പിന്നെ എൻ്റെ 2 അനിയന്മാർക്കും പെന്തക്കോസ്ത് പശ്ചാത്തലത്തിൽ നിന്ന് വന്ന അനുഗ്രഹിക്കപ്പെട്ട പെമ്പിളാരെ കർത്താവ് കൊടുത്തു. എൻ്റെ ഇളയ അനിയൻ കല്ലിശ്ശേരിയിൽ നിന്നും വിവാഹം കഴിച്ചു. എൻ്റെ ഒരു മൂത്തതിനെ പുനലൂരിൽ നിന്ന് വിവാഹം കഴിച്ചു. അങ്ങനെ എല്ലാവരും കഴിച്ചു. ഇന്ന് ഞാൻ പറയാം, ഞങ്ങൾ 3 പേര് പാസ്റ്റർമാരാണ്. എൻ്റെ അനിയന്മാർ 2 പേരും പാസ്റ്റർമാരാണ്. ഒരാൾ ചെന്നൈയിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നു, ഒരാൾ നാട്ടിൽ പരസ്യങ്ങളും അപ്പോൾ തന്നെ സഭാ ശുശ്രൂഷയുണ്ട്, ഒക്കെ അനുഗ്രഹിക്കപ്പെട്ട് ഇരിക്കുന്നു. ഞങ്ങൾ കണ്ടോ കർത്താവിൻ്റെ വിശ്വസ്തത കണ്ട് കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് ഞങ്ങളുടെ അവസ്ഥ മാറ്റി. അങ്ങനെ 95 വിവാഹം കഴിഞ്ഞു. അപ്പം
ഞാൻ വിവാഹം കഴിഞ്ഞ് ഞാനും എൻ്റെ വൈഫും കൂടെ ബാംഗ്ലൂർ പട്ടണത്തിലേക്ക് പോയി. ഒരു വർഷം അവിടെ പാർത്തു. വീണ്ടും പരിശോധനകൾ ശക്തമായിട്ടുണ്ടായി. മുൻപോട്ട് പോകാൻ കഴിയാത്ത അനുഭവങ്ങളുണ്ടായി. ഞാൻ വിവാഹം കഴിഞ്ഞ് ചെന്നപ്പോൾ ആദ്യം അവൾക്ക് ചിക്കൻ പോക്സ് ഉണ്ടായി, എനിക്ക് ചിക്കൻ പോക്സ് ഉണ്ടായി. അങ്ങനെ ചിക്കൻ പോക്സ് ഉണ്ടായി കിടക്കുന്ന സമയത്ത് ഞാൻ ഒരു സ്വപ്നം കാണുകയാണ്. ഞാൻ ജോലിക്ക് പോകുന്നു, എന്നെ വഴി തടഞ്ഞുകൊണ്ട് ദൂതന്മാർ നിൽക്കുന്നു, ഞാൻ അവരുമായിട്ട് തർക്കിക്കുന്നു. അപ്പോൾ ഒരുപാട് മീൻകൂട്ടം ഇങ്ങനെ ഇരച്ചെൻ്റെ അടുക്കൽ വരുന്നു. അപ്പോൾ ഒരാൾ പറയുന്നു, നിനക്ക് ഞങ്ങളെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നു. അപ്പോൾ കർത്താവിൻ്റെ വേല ചെയ്യുന്നതായിട്ട് ഞാൻ പ്രസംഗിക്കുന്നതൊക്കെ ഞാൻ കാണുവാനിടയായി. അപ്പോൾ പ്രതിസന്ധിയിൽ ഞാൻ എൻ്റെ ഭാര്യയോട് പറയും, നമ്മളെങ്ങനെ മുൻപോട്ട് പോകും? ജോലിയിൽ പ്രതിസന്ധി ഉണ്ടാകുന്നു, നമുക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാകും, കർത്താവിൻ്റെ ഹിതം എന്താ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ബാംഗ്ലൂർ പട്ടണത്തിൽ കർത്താവ് നിൻ്റെ ഹിതം അറിയിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം എന്നോട് ഇടപെട്ടു. ഹഗ്ഗായി പ്രവചനത്തിൽ ഇടപെട്ടു. നിൻ്റെ വഴി നോക്കിക്ക്, അധികം കിട്ടുമെന്ന് പറഞ്ഞ് നീ ഓടുന്നു, ഓട്ടസഞ്ചിയിൽ പൈസ ഇടുന്ന പോലെ ആകുന്നു എന്നൊക്കെ പറഞ്ഞ് ദൈവാത്മാവ് ഇടപെടാൻ തുടങ്ങി. അപ്പോൾ പ്രിയപ്പെട്ടവർ, അങ്ങനെ ഞാൻ ഇടപെട്ടു. സ്തോത്രം. വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിലുള്ള കർത്താവ് എന്നോട് ഇടപെട്ടിട്ട് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, സ്നാനപ്പെട്ട വ്യക്തിയാണ്, അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണ്, കൂട്ടായ്മയിൽ പോകുന്ന വ്യക്തിയാണ്. ഇനി എന്ത് ക്രൂശാണ് കർത്താവ് എടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥനാ മുറിയിൽ ദൈവത്തോട് ചോദിച്ചപ്പോൾ കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞു, എൻ്റെ വേല നീ ചെയ്യാൻ പറഞ്ഞു. ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ വാക്ക് കേൾക്കണമോ? അവൾ എന്നോട് പറഞ്ഞില്ലായിരുന്നു, അമ്മേ അച്ഛാ, എനിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമില്ലായിരുന്നു, എനിക്കൊരു പാസ്റ്റർ മതിയായിരുന്നു, ഞാനൊരു പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അന്നത്തെ ഞങ്ങളുടെ പാസ്റ്റർ പ്രാർത്ഥിച്ച് എന്നോട് പറഞ്ഞു, കറക്റ്റ് 1 വർഷമാകുമ്പോൾ അവൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമെന്ന് പറഞ്ഞു. ദൈവം എത്ര വിശ്വസ്തനാണ്. അപ്പോൾ തന്നെ വിവാഹം കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് പോകുമ്പോൾ എൻ്റെ പാസ്റ്റർ പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞു, മോഹനെ, വെൽഡിങ് പണി കുറച്ച് നാളത്തേക്കേ കാണത്തുള്ളൂ, അത് നിർത്തുമെന്ന് പറഞ്ഞു. ഈ 2 ദൂതും ഒരുപോലെ വന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, മോളെ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങട്ടെ? പൂർണ്ണ സന്തോഷം, സപ്പോർട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 96 ജോലി റിസൈൻ ചെയ്തിട്ട് സ്തോത്രം നാട്ടിൽ ഞാനും എൻ്റെ വൈഫും കൂടെ വരുന്ന സമയത്ത് ആ പാസ്റ്ററെ 500 രൂപ മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ കയ്യിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ. മല്ലപ്പള്ളി ശിവൻപുരം എന്ന ബൈബിൾ കോളേജ് അറിയാമല്ലോ അല്ലേ? ശിവപുരത്താണ് ഞാൻ പഠിക്കുന്നത് ആദ്യമായിട്ട്. അവിടെ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് എനിക്കൊരു പൈസ ഇല്ല. അപ്പോൾ അതിനു മുൻപേ എൻ്റെ അനുജൻ ബൈബിൾ കോളേജിൽ പഠിക്കാനായിട്ട് ഇറങ്ങി. പ്രഭ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇപ്പോൾ ചെന്നൈയിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്നു. അപ്പം അതിന് 1 വർഷം മുമ്പ് അവൻ ഇറങ്ങി. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സഹോദരങ്ങളെ സഭാവിശ്വാസികളൊക്കെ ചോദിച്ചു, ഒരു വീട്ടിൽ നിന്ന് 2 പേര് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇറങ്ങണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ഇഷ്ടം അതായിരുന്നു എങ്കിൽ ഞാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, പലരും പറഞ്ഞു ഞങ്ങളാരും സഹായിക്കത്തില്ല. ഞാൻ പറഞ്ഞു, വേണ്ട, ഞാൻ അന്ന് ഇൻ്റർവ്യൂവിന് പോകാൻ എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല. ഞാൻ വളരെ ഭാരപ്പെട്ടു. ദൈവമേ എങ്ങനെയാണെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വളരെ വിഷമിച്ച് അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ നേരം വെളുത്ത് എൻ്റെ വീടിനടുത്തുള്ളൊരു പെന്തക്കോസ് ആൻറ്റി എൻ്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, മോനെ, ഞാൻ ഇന്നലെ ഉറങ്ങിയില്ലടാ, നിൻ്റെ അടുക്കൽ വരണം, നിനക്ക് ഇച്ചിരി പൈസ തരണമെന്ന് പറഞ്ഞു. ആൻറ്റി എനിക്ക് രാവിലെ കൊണ്ടുവന്നൊരു 100 രൂപ തരുവാനിടയായി. ഞാൻ ആ 100 രൂപയായിട്ടാണ് ബൈബിൾ കോളേജിൽ പോകുന്നത്. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് ഇൻ്റർവ്യൂ പാസ്സായി. പിന്നെ ഇപ്പോൾ കോളേജിൽ പോകണം, പൈസ ഇല്ല, കാരണം ബുക്ക് മേടിക്കണം, പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ വളരെ ഭാരപ്പെട്ടു. ദൈവമേ എന്ത് ചെയ്യും, ആരോട് ചോദിക്കും? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചല്ലോ കർത്താവ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ വീടിന് വയലിലെ കരയ്ക്കൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് മർത്തോമയിലെ ഒരു അമ്മാമ്മ എന്നെ കണ്ടിട്ട് പറഞ്ഞു, മോഹൻ ഇങ്ങോട്ട് വന്നേന്ന് ചോദിച്ചു. എന്നെ വലിയ ഇഷ്ടമായിരുന്നു, ഞാൻ വലിയ കാര്യമായി, ഞാൻ വിശ്വാസി വന്നെന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു. അമ്മ, നീ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകുന്നതാണോ ചോദിച്ചു. ഞാൻ ആന്ന് അമ്മാമേ. ഓക്കേട്ടാ, ഒത്തിരി സന്തോഷം. അട്ടെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാത്ത പദവി നിനക്ക് കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി പ്രോത്സാഹന വാക്ക് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, കുഞ്ഞ് നാളെയാണോ പോകുന്നത്? അന്ന് പറഞ്ഞു, എന്നാൽ വീട്ടിൽ കയറി ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കുമോനെ എന്ന് പറഞ്ഞു. ഞാൻ ആ വീട്ടിൽ കയറി ഒരു വാക്കൊന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഇറങ്ങുമ്പോൾ ഒരു കവർ എടുത്ത് എൻ്റെ കൈ തന്നു. ഇതിരിക്കട്ടെന്ന് പറഞ്ഞു, സ്വോത്രകാഴ്ചയെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ കൊണ്ട് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് ആവശ്യമായ 300 രൂപ അന്ന് ഒരു മർത്തോമലി അമ്മാമ്മയാണ് തന്നത്. മറക്കാൻ പറ്റുമോ? മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ 4 വർഷം ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുതൽ വലുതാ. ഞാൻ 1-2 അനുഭവം കൂടെ പറഞ്ഞിട്ട് നിർത്താം. സ്തോത്രം. ഞാൻ മല്ലപ്പള്ളി ശിവപുരത്ത് 3 വർഷം പഠിച്ചു. ദൈവം നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടത്തി. 4-ാമത്തെ വർഷം കുമ്മനാട് PG കോഴ്സിന് പഠിക്കണമായിരുന്നു. PG കോഴ്സിന് പഠിക്കുമ്പോൾ എനിക്കൊരു 100 രൂപയുടെ ആവശ്യമുണ്ട്. ആരോട് ചോദിച്ചാലും തരും. പക്ഷെ എൻ്റെ അഭിമാനം ഇന്നും എനിക്കൊരു ആവശ്യമുണ്ട്, ഞാൻ ഒരു മനുഷ്യനോട് ചോദിക്കത്തില്ല.
ഞാൻ ആരോടും ചോദിക്കത്തില്ല. പക്ഷേ എൻ്റെ ഒരു വ്യക്തിയോട് എന്ത് ചെയ്യത്തില്ല. എനിക്ക് പൈസ വേണമെന്ന് എനിക്ക് ഇന്നും ഇല്ലായ്മകൾ ഒരുപാടുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ആവശ്യം ദൈവത്തോടല്ലാതെ ആരോടും പറയത്തില്ല. അങ്ങനെ തീരുമാനം അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ ഉപവാസത്തോടെ ഇരിക്കുക. അപ്പോൾ ആ ഉച്ചയ്ക്ക്, ബുധനാഴ്ചയായിരുന്നു, ഉച്ചയ്ക്ക് എല്ലാ സഹോദരങ്ങളും കഴിക്കാൻ പോയി. ഞാൻ മാത്രം ഉപവാസമുള്ള പ്രാർത്ഥനാ മുറിയിലിരുന്ന് മൗനമായി പ്രാർത്ഥിക്കുക. ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. അത് ഞാൻ ഒരിക്കലും മറക്കത്തില്ല അനുഭവം. ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ, ഇന്ന് 4 മണിക്ക് ക്ലാസ് അവസാനിക്കുമ്പോൾ എനിക്കൊരു 100 രൂപ കാശ് വേണം, എനിക്ക് 100 രൂപ കാശ് വേണം. ദൈവത്തോട് പ്രാർത്ഥിക്കുക, മൗനമായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആരും കേൾക്കുന്നതിന് എൻ്റെ പ്രാർത്ഥന. ചോറ് കഴിച്ചു വന്ന ഒരു സഹോദരൻ അപ്പുറത്തെ മുറിയിൽ നിന്നൊരു പാട്ട് പാടുന്നു. മനമേ ചഞ്ചലം എന്തിനായി, കരുതാൻ വല്ലഭനില്ലയോ, നാളെയും നനച്ച് നടുങ്ങേണ്ട, ദുഃഖവേളകൾ വരുമെന്ന് കലങ്ങേണ്ട എന്നുള്ള പാട്ട് ആവർത്തിച്ച് പാടുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ആ പാട്ടൊന്ന് കേട്ടേ. ഞാൻ പെട്ടെന്ന് മൗനപ്രാർത്ഥന നിർത്തിയിട്ട് ആ പാട്ടിൽ ലയിച്ചിരിക്കുമ്പോൾ വീണ്ടും ആ ഭക്തൻ പാടുന്നു, മനമേ ചഞ്ചലം എന്തിനായി, കരുതാൻ വല്ലഭനില്ലയോ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മനം കലങ്ങിയിരിക്കുകയാണോ, നാളെ ഓർത്ത് വ്യാകുലപ്പെടുകയാണോ, അത് കരുതാൻ ദൈവത്തിന് കഴിയുമെന്ന്. അവൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. പ്രീസലോ. അങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പോക്കറ്റിലോട്ട് എൻ്റെ കൂട്ടുസുഹൃത്ത്, എൻ്റെ കൂടെ ഭജനം പഠിക്കുന്ന ഒരു സഹോദരൻ ഓടി വന്നിട്ട് പറഞ്ഞു, ആമേ മോഹനെ, ആമേ ബ്രദർ, ഇതെൻ്റെ സ്വോത്രകാശിയാന്ന് പറഞ്ഞ് എൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ട് പോയി. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഞെട്ടിപ്പോയി, ഒരു 100 രൂപ കാശ്. പ്രൈസലോ. ഇതാണ് ദൈവം. ഈ ദൈവമാണ് നടത്തുന്നത്. അങ്ങനെ വചനമൊക്കെ പഠനമൊക്കെ പൂർത്തീകരിച്ചു. ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല. അങ്ങനെ ആദ്യത്തെ കിട്ടുന്ന അപ്പോയിൻമെൻറ്റ് മുണ്ടക്കയം കൂട്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ആദ്യം കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. കൂട്ടിക്കൽ ഏന്തയാർ എന്ന് പറയുന്ന, തേൻപുഴ വെമ്പിളി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. അവിടെ ഞാൻ ഒരു ലയത്തിനകത്താണ് താമസിക്കുന്നത്. അപ്പോൾ ചെറിയൊരു കടമുറി എടുത്താണ് ആരാധന യോഗം നടത്തുന്നത്. അങ്ങനെ പോയി കഷ്ടപ്പെട്ട് ദൈവത്തിൻ്റെ കൃപയാൽ അവിടെ നല്ലൊരു പ്രവർത്തനമൊക്കെ ഉണ്ടായി. അവിടെ വെച്ചും ഞാൻ ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവം കൂടെ പറയാം. ഞാൻ വളരെ ഭാരപ്പെട്ട്, കർത്താവേ, അരിയാഹാരമെല്ലാം തീർന്നു, പോൺസേഴ്സ് ഇല്ല, എങ്ങനെ എന്ത് ചിന്തിച്ച് അന്ന് രാത്രി ഞാനും എൻ്റെ ഭാര്യയും കൂടി ഈ പാട്ട് പാടി ദൈവത്തെ സ്തുതിച്ചു. ഭക്ഷണമില്ലാതെ പാടിക്കഴിയുമ്പോൾ ഭക്ഷണമായി കാകൻ എൻ്റെ അരിക്കൽ വരുമെന്നുള്ള പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കുന്ന സമയത്ത് രാത്രി 9 മണിക്ക് കതകിനൊരു മുട്ട് കേൾക്കാം. തുറന്നു നോക്കിയപ്പോൾ ഒരു സഹോദരൻ എന്നെ അന്വേഷിച്ച് വരിക. എന്നോട് പറയുക, പാസ്റ്ററെ, ഞാനിവിടെ വരെ വരിക, ആമേ വന്നതാ, അപ്പോൾ കുറച്ച് അരി സാധനമായിട്ടെല്ലാം വരിക. അപ്പോൾ ദൈവം നോക്കി നമുക്ക് വേണ്ടി കരുന്ന ദൈവത്ര വിശ്വസ്തനല്ലേ. അങ്ങനെ 4 വർഷക്കാലം മുണ്ടക്കയത്ത് കർത്താവിൻ്റെ വേല ചെയ്തു. അതിനുശേഷം കൊട്ടാര ആയൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, ആയുസെങ്കിൽ പോരയിടം എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിൻ്റെ വേല ചെയ്തു. അവിടെ വെച്ച് ഈ ചടയമംഗലത്ത് വെച്ച് BJP-ക്കാരെന്നെ സുവിശേഷം പറഞ്ഞതിൻ്റെ പേരിൽ അടിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അന്ന് ഞാൻ കർത്താവിനെ തള്ളി പറഞ്ഞില്ല. അങ്ങനെ അവിടെ 3 വർഷം ചെയ്തു. പിന്നെ പത്തനംതിട്ട വടശ്ശേരിക്കര സെൻട്രൽ 10 വർഷക്കാലം കർത്താവിൻ്റെ വേല ചെയ്തു. അവിടെ നിന്ന് ഞാൻ സ്തോത്രം ചങ്ങനാശ്ശേരി കല്ലുപ്പാറ എന്ന സ്ഥലത്ത്, പിന്നെ കോട്ടയം മേലുകാവിൽ 3 വർഷം ഉണ്ടായിരുന്നു. മേലുകാവ് പാർഷക്ക് അറിയാമല്ലേ. മേലുകാവിലുണ്ടായിരുന്നു 3 വർഷം ഉണ്ടായിരുന്നു. അവിടുന്ന് കൊല്ലം ചാത്തന്നൂർ, ഇപ്പോൾ കൊട്ടാരക്കര കലയപുരത്ത് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം നല്ലവനെന്നും വിശ്വസത മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. അപ്പോൾ തന്നെ ജീവിതത്തിൽ ഒരു കാര്യം കൂടെ പറയട്ടെ. സ്തോത്രം, കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചു. ഇന്ന് എൻ്റെ സഹോദരങ്ങൾക്കെല്ലാം മക്കളുണ്ട്. എനിക്ക് മക്കളില്ല. എനിക്ക് മക്കളെ ദൈവം തന്നില്ല. പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, കർത്താവ് തന്നില്ല. കാരണം നിരാശ എനിക്കില്ല. കാരണം അത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം നമ്മുടെ ചിന്തയുണ്ട്, കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചാൽ എല്ലാം കിട്ടുമെന്നുള്ള ചിന്തയാണ്. അത് സമൃദ്ധിയാണ്, അല്ലെ സമൃദ്ധിയല്ല. ചിലപ്പോൾ ഇല്ലായ്മകളും പോരായ്മകളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പക്ഷെ നിരാശയോ എനിക്കോ എൻ്റെ ഭാര്യയ്ക്കോ ഉണ്ടാകത്തില്ല. 1-2 അനുഭവങ്ങൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ ഞാൻ ക്ലോസ് ചെയ്യാം. അപ്പം ഞാൻ കൊല്ലം ചാത്തന്നൂര് ആദിച്ചന്നൂർ സഭയെ ശുശ്രൂഷിക്കുന്ന സമയത്ത് എൻ്റെ വൈഫിന് പെട്ടെന്ന് ഒരു അസ്വസ്ഥതയുണ്ടായി. അപ്പം അവൾക്ക് ബ്ലഡ് പോകുന്നു. അവിടെ ചെന്ന് ഞങ്ങൾ ഡോക്ടറെ കണ്ടു. അമ്മയെ പരിശോധിച്ച് നോക്കിയപ്പോൾ ക്യാൻസറാണെന്ന് പറയാനിടയായി. ക്യാൻസർ. പെട്ടെന്ന് ഞങ്ങൾ ഭയപ്പെട്ടു പോയി. അവളോട് ഞാൻ തുറന്ന് പറഞ്ഞു, ഇവിടെ ക്യാൻസറാണ് നിനക്കെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു. അവൾ പറഞ്ഞു, കുഴപ്പമില്ല, സന്തോഷം, നമുക്ക് സന്തോഷം. അവൾ ചിരിച്ചു സന്തോഷത്തോടെ ഏറ്റെടുത്തു. RCC പോയി ഡോക്ടറെ കണ്ടു. വൻകുടലിലായിരുന്നു. സർജറി കഴിഞ്ഞു. 12 കീമോ കഴിഞ്ഞു. ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞു. ദൈവത്തിനെപ്പോൾ അവൾ ആരോഗ്യത്തോടെ വീട്ടിലിരിക്കുന്നു. ദൈവകൃപയെ കുഴപ്പമില്ലാതെ പോകുന്നു. എന്തെങ്കിലും പ്രാർത്ഥിക്കണം. ശാരീരിക ക്ഷീണം, ചെക്കപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടെ വെച്ച് അവളൊന്ന് സൗഖ്യമായി, ബലപ്പെട്ട് വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് നെഞ്ചിനകത്തൊരു വേദനയുണ്ടായി.
പെട്ടെന്ന് ആ നെഞ്ചിൻ്റെ വേദന കൂടി വന്നു. എനിക്ക് അറ്റാക്കത് മാറി. ഞാൻ രാത്രി ആലയത്തിനകത്ത് വീണു. പെട്ടെന്ന് വിശ്വാസികൾ കൂടി വന്ന് എന്നെ താങ്ങി എടുപ്പിച്ച് അപ്പോൾ ചെങ്ങന്നൂർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടു ചെന്നു. ബൈപ്പാസ് വേണമെന്ന് പറഞ്ഞു. പക്ഷേ ബൈപ്പാസ് ഒന്നും ചെയ്യാതെ ദൈവം എന്നെ സൗഖ്യത്തോടെ ഇപ്പം 8 മാസം കഴിഞ്ഞു. ഒരു കുഴപ്പമില്ലാതെ കർത്താവ് നടത്തുന്നു. അപ്പം വിശ്വാസത്തിൻ്റെ പരിശോധന എന്നും എപ്പോഴും ഉണ്ട്. ഇതൊക്കെ നമ്മൾ തരണം ചെയ്തെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. പക്ഷേ ഇതിനൊക്കെ ജയിക്കാനുള്ള ദൈവത്തിൻ്റെ കൃപ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. കാരണം ദോഷങ്ങളാ ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നില്ല, പരീക്ഷിക്കുന്നില്ല. അല്ലേ? യോബിൻ്റെ ജീവിതത്തിലുണ്ടായ പരിശോധന നമുക്കറിയാം. യോബിൻ്റെ ആ ഒരു വാക്യം എന്നെ എപ്പോഴും ബലപ്പെടുത്തുന്നു. യോബിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് ആദ്യം പറയുന്നു, അവൻ മൃഗസമ്പത്തുകൾ ഒന്നൊന്നായി നഷ്ടപ്പെട്ടു, ആടുമാടുകൾ നഷ്ടപ്പെട്ടു, ദാസന്മാർ നഷ്ടപ്പെട്ടു. അപ്പോൾ യോബ് പറഞ്ഞൊരു വാക്യമുണ്ട്, മനസ്സ് ചിന്തിച്ച് കാണും. എൻ്റെ ആടുമാടുകൾ നഷ്ടപ്പെട്ടാലും എനിക്ക് 10 മക്കളുണ്ട്, എൻ്റെ മക്കളിലൂടെ നഷ്ടപ്പെട്ടത് ഞാൻ തിരിച്ചു പിടിക്കുന്ന ഭക്തൻ പറഞ്ഞു കാണുമായിരിക്കാം. അല്ലേ? എന്നാൽ അടുത്ത വാക്ക് കേട്ടത് തൻ്റെ 10 മക്കളും നഷ്ടപ്പെട്ടു. അല്ലേ? അവിടും താൻ പതറിപ്പോയില്ല. അപ്പോൾ താൻ ചിന്തിച്ചു കാണും, 10 മക്കൾ നഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് ആരോഗ്യമുണ്ട്. ഈ ആരോഗ്യമുള്ളിടത്തോളം കാലം ഇനി മക്കളെ ഞാൻ ജനിപ്പിക്കും. അതുമാത്രമല്ല എൻ്റെ മൃഗസമ്പത്തുകളെല്ലാം തിരിച്ചു പിടിക്കുമെന്ന്. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അവൻ തൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, താൻ രോഗിയായി മാറി. അപ്പോൾ താൻ ആകെപ്പാടെ ബലഹീനമായി. അപ്പോൾ തനിക്ക് മനസ്സിൽ പ്രത്യാശയുണ്ട്, തൻ്റെ ജീവിത പങ്കാളി ഒരിക്കലും കൈവിടത്തില്ല എന്ന്, മാനസികമായി സപ്പോർട്ട് തരുമെന്ന്. അവസാനം യോബിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ വാക്ക് നമുക്കറിയാം. അല്ലേ? നീ വെറുതെ ഭക്തനായി എന്തിനാ ഇരിക്കുന്നത്? ദൈവത്തെ ത്യജിച്ച് ഭക്തിയെ മുറുകെ പിടിക്കുന്ന എന്തിനാ? ദൈവത്തെ ത്യജിച്ച് കള എന്ന് പറഞ്ഞ് മരിക്കാൻ പറയുമ്പോൾ മാനസികമായി പോലും തകർന്ന ഭക്തൻ. പക്ഷെ അവിടെ ഒന്നും ദൈവത്തെ തള്ളി പറഞ്ഞില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ നന്മ മാത്രമല്ല, തിന്മയുടെ വശം ഉണ്ടാകാം. കഷ്ടവും പ്രയാസങ്ങളും കടന്നു വരാം. പെന്തക്കോസ്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കരുത് എല്ലാം നേടിയെന്നല്ല. ഇന്ന് ഞാനിത് പറയുമ്പോൾ എനിക്ക് സ്വന്തമായിട്ട് വീടില്ലാത്തൊരു മനുഷ്യനാണ്, സ്വന്തമായി വസ്തുവില്ലാത്ത മനുഷ്യനാണ്, സ്വന്തമായ മക്കളില്ലാത്ത മനുഷ്യൻ. പക്ഷെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും നിരാശയില്ല. കരുതാൻ ദൈവം വിശ്വസ്തനാണ്. ചെങ്കടൽ വഴി മാറ്റിയവൻ യോർദാനിൽ പ്രവർത്തിക്കാതിരിക്കുമോ? ദൈവം അത്ഭുതം ചെയ്യും. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഇതാണ് എൻ്റെ അനുഭവ സാക്ഷി എന്ന് പറയപ്പെടുന്നത്. യുകെയിലേക്ക് വരാൻ ഒരു മാർഗവുമില്ലാത്ത വ്യക്തിയാണ് ആ വിശ്വത്തെ. പക്ഷെ ദൈവം എന്നോട് അതിന് മുമ്പേ ഒരാലോചന പറഞ്ഞു. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഞാനൊരു പ്രാർത്ഥന ഇരിക്കുന്ന സമയത്ത് ഏറ്റവും പുറകിരിക്കുമ്പോൾ ഒരു ദൈവദാസൻ എന്നെ ഇങ്ങനെ വിരൽ ചൂണ്ടി പറഞ്ഞു. ആ ഇരിക്കുന്ന ദൈവദാസനോട്, ആ സഹോദരനോട് ദൈവം പറയുന്നു, അവൻ നിന്നെ UK പട്ടണത്തിൽ മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ ഞാൻ അയക്കുമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാനൊന്നും പോയില്ല. പക്ഷേ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയൻ്റെ മോൻ ഇവിടെ പഠിക്കാൻ വന്നതാണ്. അവൻ്റെ അപ്പൻ പാസ്റ്ററാണ്. പക്ഷേ അവൻ പറഞ്ഞു, ഞാൻ കൊണ്ടുവരികയാണെങ്കിൽ എന്നെ കൊണ്ടുവരുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ അപ്പന് ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞങ്ങൾക്ക് മക്കളെ, അവർക്ക് സന്തോഷം. അങ്ങനെ ദൈവം ഇടപെട്ടു. ഞാൻ പറഞ്ഞത്, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇവിടെ വന്നു ദൈവത്തിൻ്റെ ഹൃദയ സന്തോഷമായിരിക്കുന്നത് നാട് കാണാനൊക്കെ ഒരു സാവകാശങ്ങൾ കർത്താവ് ഒരുക്കി. ഈ കർത്താവ് നല്ലവൻ മാത്രമാണ്, ദൈവം വിശ്വസ്തനാണ്. ഇതാണ് എൻ്റെ അനുഭവ സാക്ഷ്യവും എൻ്റെ വചനം എന്ന് പറയപ്പെടുന്നത്. ഇത് ഞാൻ എവിടെയും പറയാറുണ്ട് കേട്ടോ. കർത്താവ് ഒരിക്കലും ഞാൻ പറയുന്നു, ഒരു ക്രിസ്ത്യാനികൾ എന്നോട് സുവിശേഷം പറഞ്ഞതല്ല, ഒരു പാസ്റ്റർ എന്നോട് സുവിശേഷം പറഞ്ഞതല്ല, ഒരു വിശ്വാസി എന്നോട് സുവിശേഷം പറഞ്ഞതല്ല. അമ്മ ദൈവം എന്നോട് നേരിട്ടു. എൻ്റെ കഷ്ടതയിൽ, എൻ്റെ പ്രയാസത്തിൽ ആത്മഹത്യ ചെയ്യാൻ പോയ ഞാൻ അമ്മ ആത്മഹത്യ ചെയ്യാതെ വണ്ണം എൻ്റെ റൂട്ടിനെ തിരിച്ചു മാറ്റിയ എൻ്റെ യേശു എന്നല്ലാതെ ഞാൻ എവിടെയും ആരോടും പറയും. ഞാൻ പരസ്യയോഗം നടത്തുന്ന ഒരാളാണ്. എവിടെയും ഞാൻ പറയുന്നു, യേശു മാത്രമാണ് ഈ രഹസ്യൻ. യേശുവിലൂടെ അല്ലാതെ ഒരു രക്ഷയില്ല പ്രിയപ്പെട്ടവരെ. ലോകം എന്തു പറഞ്ഞാലും യേശു സത്യമാണ്, യേശു യാഥാർത്ഥ്യമാണ്. അത് നമുക്കറിയാമല്ലോ. ലോക ചരിത്രത്തെ തന്നെ രണ്ടായി തിരിച്ചല്ലേ? ലോക ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി തരം തിരിച്ച് ചരിത്രത്തിൻ്റെ മധ്യത്തിൽ ചരിത്ര പുരുഷനും ദൈവത്തനായ ക്രിസ്തുവിനെ നിഷേധിക്കാൻ ആർക്കും കഴിയത്തില്ല. ഇതാണ് യേശു. യേശു സത്യമാണ്, യേശു യാഥാർത്ഥ്യമാണ്. ആകയാൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം തരുവാൻ, സന്തോഷം തരുവാൻ, സൗഖ്യം തരുവാൻ, അനുഗ്രഹം തരാൻ കർത്താവിന് കഴിയും. എന്നാൽ പക്ഷെ ഈ കേൾക്കുന്നവർ എന്നോടൊരു ചോദ്യം ചോദിക്കും, നീ യേശുവിനെ സേവിക്കാൻ പോയിട്ട് എന്താണെന്നൊക്കെ തലമുറ കിട്ടാഞ്ഞത്? സ്തോത്രം. ഇതൊന്നും കണ്ടുകൊണ്ടല്ല ഞാൻ കർത്താവിനെ സേവിപ്പാൻ എനിക്ക് തെച്ചത്. ശദ്രക്ക് മേശയ്ക്ക് അബേദ്നെഗോ പറഞ്ഞതുപോലെ എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ, വിടിവിച്ചാലും വിടിവിച്ചില്ലെങ്കിലും, തലമുറ തന്നാലും തലമുറ തന്നില്ലെങ്കിലും യേശു ആണ് എൻ്റെ ദൈവം. ആകയാൽ കർത്താവ് സഹായിക്കട്ടെ. ജോയ്സ് TVയിലൂടെ സമയമൊരുക്കി തന്ന പ്രിയപ്പെട്ടവർക്കുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതാനുഭവം കേൾക്കുവാൻ ഈ സന്ധ്യയിൽ കർത്താവ് ഒരു അവസരം തന്നല്ലോ. ദൈവം ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ കുടുംബമായി പിന്നെയും കർത്തൃനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കർത്താവിൻ്റെ ദാസനെയും കർത്താവിൻ്റെ ദാസിയെയും ദൈവം ഉപയോഗിക്കട്ടെ. ഓക്കെ ദൈവാസിനെ ഒരു വാക്ക് കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ചാട്ടെ.
പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ആമേ കർത്താവ് ജോയ്സ് ടിവിയിലൂടെ ഇങ്ങനെ കർത്താവ് ഒരു അനുഭവ സാക്ഷ്യവും ദൈവത്തിൻ്റെ വചനവും പങ്കുവെക്കുവാൻ കർത്താവ് ഒരു സാവകാശം ഒരുക്കിയ ദൈവത്തിൻ്റെ വിശ്വസ്തത ഓർക്കുന്നു. കർത്താവ് ഈ ജോയ്സ് ടി വി പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹമായി തീരുവാനിടയാക്കണം. ഈ കാലഘട്ടങ്ങളിൽ സോഷ്യൽ മീഡിയ ഒരു അനേകർക്ക് അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ. അനേക ദാസന്മാർ ഇതിലൂടെ ദൈവത്തിൻ്റെ വചനങ്ങളും അനുഭവങ്ങളും പങ്കുവെക്കുന്നു. ഇത് അനേകർക്ക് ആശ്വാസവും വിടുതലും അനേകരുടെ രക്ഷയ്ക്കും നിത്യതയ്ക്കും കാരണമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ. കർത്താവെ, ഇതിന് നേതൃത്വം കർത്താവിൻ്റെ ദാസി കുഞ്ഞുങ്ങൾ, അവരുടെ മിനിസ്ട്രി ശുശ്രൂഷകളെല്ലാം ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കുകയാണ്. കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ മാധ്യമത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസിയെയും ആമി കുഞ്ഞുങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സന്ദേശം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിച്ചത് ദയുണ്ടായി കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.